വൈകുന്നേരം MDMA ഒക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ അവർക്കൊരു 45-50 വയസ്സേ പ്രായമുള്ളൂ. അവൻ എപ്പോഴെങ്കിലും എന്നെ ഒരു സ്ത്രീയായി കണ്ട് വാതിൽ ചവിട്ടി തുറന്ന് കയറി വരുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നൊരു അമ്മയുണ്ട് കേരളത്തിൽ. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് എന്താണ് പറയുക, നമ്മൾ പൊലിപ്പിക്കുന്നവരെ, വലിപ്പിക്കുന്നവരെ, അല്ലെങ്കിൽ എന്താ പറയുക, വലയ്ക്കുന്നവരെ, അവരുടെ പേര് ടെലിവിഷൻ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഞാൻ ഏഷ്യാനെറ്റ് വിടുമ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഏഷ്യാനെറ്റ് 8 നില പൊട്ടാൻ പോകാന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റ് വിട്ടു. ഏഷ്യാനെറ്റ് 16 നില വളർന്നു എന്നുള്ള ചരിത്രം. പക്ഷം പിടിച്ചുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അവതാരകൻ പറയുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ വില്ലനെ അങ്ങ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വില്ലനെ എത്രത്തോളം നന്നായി പ്രഹരിക്കുന്നു ഈ ചാനലിൽ നിന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. വില്ലൻ അത് ശരിക്കുള്ള വില്ലനാണോ എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ സോഷ്യൽ മീഡിയയുടെ കെണിയിൽ അതിൻ്റെ ഒരു ലൈക്ക് അത് ഒരിക്കലും അത് പ്രചോദിപ്പിക്കുന്നില്ല. I am actually sitting along with two veteran Malayalam journalist icons, and I'm really happy to do this. I would like to know, has the reporting changed from field to studio? We see more of studio discussions conversations നടക്കുന്നത് rather than people going to this field. അങ്ങനെ ഒരു സാധനം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈ കോഡ് വരുത്തിയൊരു മാറ്റം നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രസംഗമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, എൻ്റെ ധർമ്മപത്നി അവരെന്നെ വാൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പരമാവധി പ്രസംഗിക്കാൻ പോകണ്ടെന്ന്. നിങ്ങൾ ഈ വാർദ്ധക്യമായപ്പോഴത്തേന് വേണ്ടാത്ത നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പുറത്തിടുക. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറേ കാലം ഫലിതോക്തിയൊക്കെ പറഞ്ഞ് കുഞ്ഞുതമ്പിയാരെ പോലെ വേഷം കെട്ടി നമ്മൾ കുറേ ആൾക്കാരെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. കുറച്ചൊക്കെ വളിപ്പായി മാറി, കുറച്ചൊക്കെ ആളിൽ ചിരിച്ചു, കുറച്ചൊക്കെ ആൾക്കാർ ചീത്ത വിളിച്ചു. അതൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇപ്പം നമ്മളെല്ലാ ബലിതവും എറിക്കണമെന്നില്ല. ഈ ബലിതം എന്നത് ഈ എറിച്ചില്ലെങ്കിൽ നാറ്റക്കേസായി മാറും. സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞാൽ എറിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നേ ആൾക്കാർ പറയും. അപ്പോൾ അത് വലിയ ഒരു സാഹസികതയാണ് അതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ പക്ഷേ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ഈ പലതും നമ്മൾ മനസ്സിൽ അടുക്കി വയ്ക്കുക. അപ്പോൾ ജോണിക്കൊക്കെ ചിലപ്പോൾ ന്യൂസ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അമർഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നാട്ടിലെ കാണും. പക്ഷെ അതൊക്കെ നമ്മൾ സ്ക്രീനിൽ ഇറങ്ങുമ്പോഴും പുറത്ത് പറയാതെ നമ്മൾ അതൊരു കുഴപ്പമില്ല എന്നുള്ളതിൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു, ഈ മലയാളികളോട് പലതും നമ്മൾ പറയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചു കാലം മുമ്പ് എല്ലാം കൂടെ എറണാകുളം ജില്ലയിൽ HIV ബാധിതർ 13 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 1200 പേരുണ്ടെന്നാണ് പറയുന്നത്, ആശുപത്രി കണക്കനുസരിച്ച് ഒരു ജില്ലയിൽ. അപ്പം നമ്മളിത് ആരും പറഞ്ഞില്ലെങ്കിൽ, ഒരു മാധ്യമം പറഞ്ഞില്ലെങ്കിൽ HIV പോസിറ്റീവായി മാറുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്നറിയില്ലല്ലോ. ഞാൻ നോക്കിയത് ഈ നമ്മളിപ്പോൾ ഈ ചെറിയ പെട്ടി എന്ന് പറയുന്ന ടെലിവിഷനായിരുന്നല്ലോ, മിനി സ്ക്രീൻ എന്ന് പറയുന്നത്. വലിയ പെട്ടി വലിയ സ്ക്രീനും സിൽവർ സ്ക്രീനായിരുന്നു. അപ്പോൾ ഈ കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മൊബൈലിലേക്ക് മാറി, സ്മാർട്ട് ഫോണിലേക്ക് മാറി. നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത ഫോൺ ഉപയോഗിക്കാൻ പറ്റി. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ 16 വയസ്സിന് താഴെ ഫോൺ ഉപയോഗിക്കേണ്ടത് നിരോധനം വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ എൻജോയ് ഇരിക്കുക. അപ്പം നമ്മുടെ ആൾക്കാർ അപ്രിയമായ സത്യങ്ങൾ കേൾക്കാൻ മടിയുണ്ട്. മാത്രമല്ല, നമുക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക നമുക്കും ഉള്ളതുകൊണ്ട് നമ്മൾ പലതും പറയാൻ മടിക്കുന്നു. ചിലപ്പോൾ ടെലിവിഷൻ റേറ്റിങ്ങിലുള്ള യുദ്ധമാവാം, പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ അതൊക്കെ ഇനി പറയാതിരുന്ന എന്നാ നമുക്ക് സമയം കിട്ടുക എന്നൊരു ചോദ്യം കുറച്ചു കാലമായിട്ട് എന്നെ അലട്ടുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ കേരളത്തിൽ ഒരു 30 ദിവസം ഒരു യാത്ര നടത്തി. ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐ ഓപ്പണർ ആ യാത്രയായിരുന്നു. നമ്മൾ ഈ AC മുറിയിലിരുന്ന് പലതും പ്രക്ഷേപിക്കും, നമ്മളൊന്നും കാണുന്നില്ല. നമ്മൾ ശൂന്യതയിരുന്നത് ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയായിരിക്കുമെന്ന് ആലോചിച്ചങ്ങ് പറയുക. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് എൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങളുണ്ട്. അതിൽ ഒരു വീട്ടമ്മയുടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ 19 വയസ്സുള്ള മകൻ വൈകുന്നേരം MDMA ഒക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ അവർക്കൊരു 45-50 വയസ്സേ പ്രായമുള്ളൂ. അവൻ എപ്പോഴെങ്കിലും എന്നെ ഒരു സ്ത്രീയായി കണ്ട് വാതിൽ ചവിട്ടി തുറന്ന് കയറി വരുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നൊരു അമ്മയുണ്ട് കേരളത്തിൽ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്വന്തം മകനെ വെട്ടിക്കൊല്ലുന്ന അച്ഛനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാർ ഒരുപാട് ചർച്ച നടന്നുണ്ട്, ടെലിവിഷൻ ഔട്ടാവത്തില്ല. അതൊന്നും ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും തിരിച്ചു പറയാനാണ് എനിക്കിഷ്ടം. സ്റ്റുഡിയോയിൽ നിന്ന് ആളിൽ പുറത്തിറങ്ങുക. ബാക്കി ജോണി പറയട്ടെ. അത് പറയുമ്പോൾ ആഡിങ് ഓൺ ടു ദിസ് ടു യു സർ,
അഞ്ജന ചോദിച്ചതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഇപ്പം ഞാനൊക്കെ പ്രിൻ്റ്, അത് കഴിഞ്ഞ് റേഡിയോ, ആ തലമുറയിൽപ്പെട്ട ആളാണ്. അതിനുശേഷം ടെലിവിഷന് വന്നപ്പം ടെലിവിഷനുണ്ടായ ഒരു പരിണാമം 100% ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയാണ്. കാരണം നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ടെലിവിഷൻ സംബന്ധിച്ചുള്ള ഒരു ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ദൂരദർശൻ്റെ കാലത്ത് ദൂരദർശൻ അറിയപ്പെട്ടിരുന്നത് ഒരുപക്ഷെ വാർത്ത വായന എന്നാണ് നമ്മൾ പറയുക. ആ വാർത്ത വായന പോയിട്ട് വാർത്ത അവതരണമായി, പ്രസൻറ്റേഷനായി. ആ പ്രസൻറ്റേഷൻ മാറിയിട്ട് ഇപ്പോൾ പെർഫോമൻസായി. ആ പെർഫോമൻസിൻ്റെ എലിമെൻറ്റും കൂടെ വരികയാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ദൂരദർശനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോഴും ഈ ഏഷ്യാനെറ്റോ അത് കഴിഞ്ഞ് മനോരമ തുടങ്ങിയപ്പോൾ ഇന്ത്യ വിഷൻ, അതൊക്കെ അറിയപ്പെട്ടിരുന്നത് ചില പ്രോഗ്രാമുകളുടെ പേരിൽ കൂടിയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ കണ്ണാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതിന് മുമ്പ് തന്നെ നമ്മൾ NTV അതിൽ അണിയറ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അന്വേഷണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഞങ്ങൾ മനോരമ തുടങ്ങിയപ്പോൾ ആരാണി മലയാളി എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ തുടങ്ങി. അത് നമ്മുടെ അന്തരിച്ച സിദ്ദിഖാണ് അത് ആങ്കർ ചെയ്തിരുന്നത് തന്നെ. അതുപോലെ നിയന്ത്രണ രേഖയുണ്ടായിരുന്നു, നേരെ ചൊവ്വ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ കൂടെ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ദൂരദർശൻ്റെ കാലം, ടെലിവിഷൻ്റെ കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷ്വൽ മീഡിയയെ സംബന്ധിച്ച് വളരെ ഗ്രാഹ്യമുള്ള, വളരെ അറിയപ്പെടുന്ന സംവിധായകരാണ് പല സീരിയലുകളുമൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ സെയ്ദ് മിർസ ചെയ്തിരുന്നു, അതുപോലെ ശാമ്പനകൾ ചെയ്തിരുന്നു. ഇപ്പം ഭാരത്, അതെ അതെ അപ്പച്ചൻ അവിടെ നിന്ന് ചെയ്തത്. അപ്പം ഭാരതീയ ഭോജ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ശാമ്പനകളാണ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ 4 പെണ്ണുങ്ങളെ പോലെ അതുപോലെ ചെയ്തു, ശ്യാമപ്രസാദ് ചെയ്തു. അപ്പോൾ ആ തരത്തിലുള്ള പ്രതിഭകളാണ് ആ പ്രോഗ്രാമുകൾ ചെയ്തിരുന്നത്. ആ പ്രോഗ്രാമുകളുടെ പേരിൽ കൂടിയാണ് ഈ ടെലിവിഷൻ മീഡിയം അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 24 മണിക്കൂറും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്റ്റുഡിയോയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആരവത്തിലേക്ക് ടെലിവിഷൻ്റെ ഇത് മാറി എന്നുള്ളതാണ്. പ്രോഗ്രാമിനൊന്നും അപ്പോയിൻമെൻറ്റ് വ്യൂയിങ് ഇല്ല. അതുകൊണ്ട് പ്രോഗ്രാംസ് തന്നെ മിക്കവാറും ന്യൂസ് ചാനലുകളിൽ ഇല്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ അത് വല്ലപ്പോഴും മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒന്നായി. പ്രൈം ടൈം അതിന് കിട്ടത്തില്ല. എല്ലാവർക്കും വേണ്ടത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇൻ ദ ലേറ്റസ്റ്റ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് എന്താണ് പറയുക, നമ്മൾ പൊലിപ്പിക്കുന്നവരെ, വലിപ്പിക്കുന്നവരെ, അല്ലെങ്കിൽ എന്താ പറയുക, വലയ്ക്കുന്നവരെ, അവരുടെ പേരിൽ ടെലിവിഷൻ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അവരുടെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്ന് പറയാം. സോ ഇതിൽ തന്നെ നമ്മൾ ന്യൂസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് 2 രീതി. ദ റീഡിംഗ് സ്റ്റൈൽ ഓഫ് ദ ന്യൂസ്, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി, ലെറ്റ് മീ യൂസ് ദ വേർഡ് ഔട്ട്റീച്ച് ഫോർ ദാറ്റ്. ഒരു ഔട്ട്റീച്ച് പോലെ, ഒരു ഈ പെർഫോമൻസിൽ ഹൈ എനർജി. സംടൈംസ് ഐ വണ്ടർ ലൈക്ക് യു ആർ ദ ഹയസ്റ്റ് എനർജി ആൻഡ് നൗ വി ഹാവ് ഹയർ എനർജീസ് ഓൺ സ്ക്രീൻ. ആ തരത്തിലൊരു ഔട്ട്റേജ് പോലെ ന്യൂസ് പ്രസൻറ്റേഷൻ ഉണ്ടാവുന്നതും, അതുപോലെ തന്നെ സംടൈംസ് ഐ ഫീൽ വി ആർ ഓൾസോ, ന്യൂസ് ചാനൽസ് ആർ ഓൾസോ ഫോഴ്സ് ടു ടേക്ക് സം സൈഡ്. ഒരു ന്യൂട്രൽ സ്പേസിൽ നിന്ന് നമ്മൾ മാറിയിട്ട്, അതിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കാസ്റ്റ് ഇഷ്യൂ ആണ്, ഒരു ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ, വി ആർ ആക്ച്വലി ഫോഴ്സ് ടു ടേക്ക് എ സൈഡ് വിച്ച് വുഡ് ബി വെരി ഓക്കെ ടു ദ പബ്ലിക്, മേ ബി ദ സോഷ്യൽ മീഡിയ ആൻഡ് ഓൾസോ ദ ഐഡിയ ഓഫ് ഇൻടോളറൻസിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്പേസിലുള്ള സൈഡ് മാത്രം എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അവസ്ഥയും നമ്മളുടെ ആ ഒരു, നമ്മൾ പഠിച്ച ജേർണലിസ്റ്റിലുള്ള ന്യൂട്രൽ റിപ്പോർട്ടിംഗ്, യു ബാലൻസ് ഇറ്റ് വിത്ത് സ്കോട്ട്സ് ഫ്രം 2 sides എന്നുള്ളത് മിസ്സിങ് ആവണ പോലെ തോന്നിയിട്ടുണ്ടോ? അത് എന്താ തോന്നണേ? അത് ചിലപ്പോൾ മിസ്സിങ് ആവും. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമോ ഒരവസ്ഥയോ എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ ഈ റേഡിയോ ആയിരുന്നല്ലോ നമ്മുടെയൊക്കെ ബേസ് എന്ന് പറയുന്നത്. BBC-യുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. അപ്പോൾ BBC ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും റേഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റേഡിയോയിൽ ഒരു 17-18 കൊല്ലക്കാലം അടിച്ചു ഞാൻ. അത് റേഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ വന്നു തുടങ്ങി. അതിനുമുമ്പ് ഞാൻ ദൂരദർശനിൽ കുറച്ച് കാലം പ്രോഗ്രാം ചെയ്തു. ജസ്റ്റ് എ മിനിറ്റൊക്കെ ദൂരദർശനിൽ വന്നിരുന്നു. അപ്പോൾ ഈ ടെലിവിഷൻ അതിൻ്റെ ആദ്യകാലത്ത് ജോണി പറഞ്ഞ വളരെ കറക്റ്റാണ്. ചില പ്രോഗ്രാംസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ, ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് സെപ്പറേറ്റ് അല്ല, ഏഷ്യാൻ്റെ ഭാഗമാണ്. 5 പ്രോഗ്രാമായിരുന്നു. സരിഗമ, നമ്മൾ തമ്മിൽ, കണ്ണാടി, ഇങ്ങനെ ഒരു 4-5 പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിനെ പുറത്തേക്ക് അറിയുന്നത്. പക്ഷേ അതേസമയം എനിക്ക് ജോണിയുടെ വിയോജിപ്പുള്ളൊരു കാര്യം, ഏഷ്യാനെറ്റ് പുറത്തേക്ക് അറിയുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൻ്റെ പേരിൽ തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആയി. കാരണം എനിക്ക് എൻ്റെ സ്വന്തം ഒരു ഹാഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏഷ്യാനെറ്റ് വിടുമ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഏഷ്യാനെറ്റ് 8 നില പൊട്ടാൻ പോകാമെന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റ് വിട്ടു. ഏഷ്യാനെറ്റ് 16 നില വളർന്നു എന്നുള്ള ചരിത്രം. പിന്നെ വളർച്ച കുറച്ചുകൂടെ സ്പീഡ് കൂടി. അപ്പോൾ ഞാനവിടെ നിന്നുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞതെന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏഷ്യാനെറ്റ് എന്ന ത്രികോണമാണ് വലുത്. അല്ല അതിനകത്ത് അതിൻ്റെ കീഴിൽ നിൽക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കൊന്നും
പ്രസക്തിയില്ല. 10 ദിവസത്തേക്ക് ആളുകൾ പറയും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അത് കാണുന്നത് ഇപ്പോൾ റേഡിയോ എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം എന്തായെന്ന് ചോദിച്ചാൽ, ഇപ്പം ടെലിവിഷനിലുള്ള വേഗത്തെക്കാളും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പിന്നെ നമുക്കതിനകത്ത് ഒരു സെറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം വേണ്ട, മനുഷ്യൻ്റെ കൽപ്പനയിലാണത് പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു പോത്തിൻ്റെ പുറത്ത് കയറി വരികയാണ് കാലിനെ പോലെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇമാജിൻ ചെയ്തോണം, അല്ലാതെ അതിനകത്ത് ഒരു കാലിനെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ കാലങ്ങളായിട്ട് വന്നപ്പോൾ ഇതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ കിട്ടാൻ തുടങ്ങിയതോടെ ആളുകളിപ്പോൾ നമ്മളിപ്പോൾ ഞാനോ ജോണി ഏതെങ്കിലും ഒരു വാർത്തയുടെ ഡീറ്റെയിൽസ് തിരക്കാം എന്ന് വരുമ്പോഴത്തേക്കും ആ വാർത്ത സോഷ്യൽ മീഡിയ പരന്നു കഴിയും. അപ്പോഴത്തേന് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആ വാർത്ത കിട്ടിയില്ലേ ഊളന്മാരെ, നീയൊക്കെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാടാ എന്ന് പറഞ്ഞാൽ. കാര്യം ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പം പഴയതുപോലെ നല്ല പവറുള്ളവരാണ്, നമ്മളെക്കാളും പവറുള്ള ആൾക്കാരാണ്. അവർ നമുക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ തരും, ചീത്ത വിളിക്കും, എല്ലാം ചെയ്യും. മാത്രമല്ല ഇപ്പോൾ വേറൊരു പരിപാടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളോട് ശത്രുതയുള്ള ചാനലുകാർ ചില കമൻറ്റുകാരെ ഇറക്കി വിടും. എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് നുഴഞ്ഞു കയറി ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് നുഴഞ്ഞു കയറ്റക്കാരനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരാളെ വെച്ചിരിക്കുക അവിടെ. അപ്പോൾ ഓരോ ദിവസവും രാവിലെ എത്ര പേര് നുഴഞ്ഞു കയറുന്നു, അവൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണമെന്ന് എൻ്റെ ചെവി പറയാൻ പറഞ്ഞേക്കോ. അല്ലെങ്കിൽ നമ്മൾ വല്ല വൃത്തിയിടും പറയും, അത് പിന്നെ വൈറലാവും. വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ 3 തലമുറയ്ക്ക് തികയുന്ന തെറി വിളിക്കാൻ ആളുണ്ടാവും. ഇതൊക്കെ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ജോണിയെപ്പോലെ ഇരുത്തം വന്ന പ്രിൻറ്റിലൊക്കെ തന്നെ ഒരുപാട് പ്രാവീണ്യം നേടിയ അവതാരകനാണ് ജോണി. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ അവതരണത്തിലും പെർഫോമൻസിലും ഒക്കെ മാറ്റം വരുന്നതിലൊന്നും എനിക്കൊരു അത്ഭുതം. എനിക്കിപ്പം 66 വയസ്സായി, നോട്ട് ദ പോയിന്റ്, 66. ജോണിക്ക് അത് കൂടുതലായെന്ന് എനിക്ക് സംശയമുണ്ട്, ജോണി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ 66 ആകുന്ന സമയത്തും എനിക്ക് സ്ക്രീനിൽ നിൽക്കുമ്പോൾ ആ പ്രായം എൻ്റെ മുഖത്ത് വരുത്താതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ പിള്ളേരോട് അടി കൂടുന്നത്, അത് തന്നെ കാര്യം. അപ്പോൾ ഇത് ഒരു പക്ഷേ നമ്മളിപ്പം ഞാൻ ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ഇപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി വ്യൂവിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട് ടെലിവിഷനിൽ. മാത്രമല്ല ഈ വാർത്താ ചാനലുകൾ എൻ്റർടൈൻമെൻറ്റ് ഇടത്തിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം ഈ ഒരു വാർത്താ ചാനലെല്ലാം എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. ഇപ്പോൾ കൊലപാതകം എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. മകളെ അച്ഛൻ വെട്ടിക്കൊന്നു, അപ്പം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ 1-2 വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അവതാരകനെ മൂഡൗട്ടാക്കാൻ വളരെ എളുപ്പമായിപ്പോൾ കേട്ടോ. നമ്മളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ അറിയാതെ ഇതൊന്നും തുറക്കും. അടുത്ത സുഹൃത്തായിരിക്കും അയച്ചിരിക്കുന്നത്, എടാ പരമനാറി നീ ഇങ്ങനെ ആയിപ്പോയല്ലോടാ എന്നും തുടങ്ങും. അപ്പോഴേ നമ്മൾ മൂഡൗട്ടാവും, പിന്നെ നമ്മൾ ബാക്കി കേൾക്കണ്ട. അപ്പം അതൊക്കെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോഴേ അവരിതിലും ത്രില്ലില്ല അവതരിപ്പിച്ചോട്ടെ. അതേസമയം താങ്കൾ പറഞ്ഞതുപോലെ ഈ വാർത്തകളുടെ സത്യസന്ധത കൈമോശം വന്ന് പോകുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. ചോദിച്ചിൽ വളരെ എന്താണ് എൻഗേജ്മെന്റിനെ കുറിച്ചിട്ട് ചോദിച്ചു, അതുപോലെ എൻറേജ്ഡ് ആണോ എന്ന് ചോദിച്ചു. അത് ഔട്ട്റേജ് എന്നാണ് ഉദ്ദേശിച്ചത്. ഔട്ട്റേജ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതെ, സൈഡ് പിടിക്കേണ്ട വരുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ബൈനറി കൊണ്ടാണ് ഈ സൈഡ് പിടിക്കേണ്ടി വരുന്നത്. അത്യാവശ്യമായിട്ട് സൈഡ് പിടിച്ചേ മതിയാവും എന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയ ബൈനറിയിൽ നിങ്ങൾക്കറിയാം, അപ്പം ഐദർ യു ആർ വിത്ത് മീ ഓർ അഗെയിൻസ്റ്റ് മീ, അല്ലാതെ ഒരു ഇടയ്ക്കൊരു സ്പേസ് ഇല്ല. ഇല്ല, അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എന്താണ് പറഞ്ഞത്, ടു ബി ന്യൂട്രൽ ഓർ ഇമ്പാർഷ്യൽ മീൻസ് ദാറ്റ് യു ആർ ഇൻസെൻസിറ്റീവ്, അങ്ങനെയാണ് എടുക്കുക. 2 കൂട്ടർക്ക് നമ്മളോട് താല്പര്യവുമില്ലെന്നാവും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ. അതുകൊണ്ടാണ് പലപ്പോഴും പക്ഷം പിടിക്കേണ്ടി വരുന്നത്. എല്ലാ കാര്യത്തിലും പക്ഷം ഇരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം ചെന്നൈയും ആട്ടിൻകുട്ടിയുമാണ് 2 സൈഡ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിഷ്പക്ഷത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അതിനപ്പുറത്ത് എപ്പോഴും നമ്മൾ ഈ പക്ഷം പിടിക്കാൻ നിർബന്ധിതരാവുകയാണ്. ആ പക്ഷം പിടിക്കുന്നത് കൺവിക്ഷൻ കൊണ്ടാവണമെന്നില്ല. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ എയ്ഡ്സിൻ്റെ കവിത വെച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ദ ബെസ്റ്റ്, അത് ശരിക്കും പറഞ്ഞ് ബെസ്റ്റ് ലാക്ക് കൺവിക്ഷൻ വൈൽ ദ വെസ്റ്റ് ഈസ് ഫുൾ ഓഫ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പം നമ്മൾ രാജീവ് സർദേശായി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ടെലിവിഷൻ വാർത്ത കൊണ്ട് 2 കൂട്ടർക്കാണ് പ്രയോജനമുള്ളത്. ഒന്ന്, ഈ വളരെ ലോ
ബ്ലഡ് പ്രഷർ ഉള്ളവരുണ്ട്, വളരെ താഴ്ന്ന രക്തസമ്മർദ്ദമുള്ളവർ, അവരുടെ രക്തസമ്മർദ്ദം കൂട്ടാനായിട്ട് ഇത് ഉപകരിക്കും. രണ്ടാമത്തത് കോമയിൽ കിടക്കുന്ന രോഗികളാണ്. ഈ കോമയിൽ നിന്ന് ചിലപ്പോൾ അവർ എണീറ്റ് വരാനായിട്ട് ഇത് ഉപകരിക്കും. ഈ രണ്ട് കൂട്ടർക്കാണ് ഈ ടെലിവിഷൻ്റെ ഇപ്പോഴത്തെ ഈ സംപ്രേഷണ രീതി ഉപകരിക്കുന്നതെന്നാണ് രാജദീപ് സന്ദേശ പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഔട്ട്റേജ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ വൈറലാവണം. സോ വാട്ട് ഇറ്റ് ടേക്സ് ടു ബി വൈറൽ, നോബഡി ഈസ് കൺസേൺഡ്. അതല്ല, ഓവർ ഈസ് ദ ന്യൂ നോർമൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ബൈനറി കൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ യു ഡോണ്ട് റെസ്പോണ്ട് നൗ, യു ഓൺലി റിയാക്ട്, അങ്ങനെയായിപ്പോയി. അപ്പം നോബഡി ഈസ് സീക്കിംഗ് റെസ്പെക്ട്, എവരിബഡി ഈസ് സീക്കിംഗ് അറ്റൻഷൻ. And instant gratification. ദിസ് ഈസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ഇതനുസരിച്ചാൽ ഇത് ഒരു ന്യൂസ് എൻവയൺമെൻ്റ് എന്നോ ജേർണലിസ്റ്റിക് എൻവയൺമെൻ്റ് എന്നൊക്കെ മാറിയിട്ട് ഇതൊരു അറ്റൻഷൻ ഇക്കോണമിയായി. ആ അറ്റൻഷൻ ഇക്കോണമിയിൽ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായി. അപ്പോൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യിക്കുക? അപ്പോൾ എൻഗേജ് ചെയ്യിക്കുമ്പോൾ അങ്ങനെ എൻഗേജ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് ആങ്കേഴ്സ് തന്നെ അവർ വാർത്ത പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ അവർ തന്നെ ഒരു വാർത്തയാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ അത്തരം ട്രെൻഡുകളിൽ വരുമ്പോൾ പോലും ഈ പറഞ്ഞ ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ, ആ ബ്രാൻഡ് നെയിം ചിലപ്പോൾ നമുക്കൊരു പരിമിതിയും പരാധീനതയുമായിട്ട് വരാം. പക്ഷേ അത് ഇതിനോട് നമ്മൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യുക? ഇതേപോലെ തന്നെ പക്ഷം പിടിച്ചുകൊണ്ട്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അവതാരകൻ പറയുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ആ ഒരു തലമുറയിൽ വളർന്ന ആളല്ല. പക്ഷെ അപ്പോഴും നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചില വാർത്തകളൊക്കെ വരുമ്പോൾ മറ്റ് പല ചാനലുകളൊക്കെ ചെയ്തു അത്, എന്നാലും മനോരമയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ കാണുന്ന 1000 യൂട്യൂബ് ചാനലുകൾ പോലെ അല്ല ഞങ്ങൾ മനോരമയെ കാണുന്നത് എന്ന്, അതൊരാശ്വാസവുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബാലൻസിങ് ആക്ട് നടത്താനുള്ള ഒരു ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത്. അതിലേണ്ടി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചില ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഈ അവതാരകരെ സൈഡ് പിടിക്കുക എന്ന് പറഞ്ഞത്. ഇന്ന കക്ഷി രാഷ്ട്രീയത്തോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കക്ഷിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് ചേക്കേറുമ്പോൾ എൻ്റെ വ്യൂവർഷിപ്പ് കൂടും എന്നാണ്. ചിലപ്പോൾ ഇതൊരു ഡ്രമാറ്റിക് ഇവൻ്റായിട്ട് മാറും. ഈ നാടകീയമായ സംഘടനകളെ കൊണ്ടാണ് നമ്മൾ അടി നടക്കുമെന്ന് തോന്നിപ്പോവും. ഈ രാജീവ് സർദേശായി ബോധം കെട്ടി വീഴുന്ന രംഗം കേരളത്തിലുണ്ട്. പുള്ളി അടുത്ത കാലം നമ്മുടെ TV കണ്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, അതായത് ഞാനിപ്പോൾ ടെലിവിഷനിലും റേഡിയോയുമായിട്ടൊരു 42 വർഷമായി. എനിക്ക് ഇവിടെ പല ഇരിക്കുന്ന ആൾക്കാരും വേണുവൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ അവതാരകന് ഒരു സൈഡ് പിടിക്കാൻ തീരുമാനിച്ചാൽ അയാൾ പ്രെഡിക്റ്റബിളായി മാറും. ഇയാൾ എന്ത് പറയുമെന്ന് പ്രേക്ഷകന് അറിയാം. കാര്യം ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇയാൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരു അവതാരകനെ അടിമുടി ശ്രദ്ധിച്ചാലും അയാൾ ഏത് പാർട്ടിയോടാണ് അനുകൂലിച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലാകരുത്. അൺപ്രഡിക്റ്റബിൾ ആകണം. അപ്പം അതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഞാൻ BJP ആയിട്ട് ബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആളാണ് എന്ന് വരുന്നത് ചിലപ്പോൾ അവരുടെ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടും എന്നല്ലാതെ. കാരണം അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പല ടൈപ്പ് ആൾക്കാരെയാണ് സ്ക്രീനിൽ നിന്നുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാവും. ആളുകൾ ഇത് ശ്രീനാഥ് പറഞ്ഞതുപോലെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് എന്തൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാലും. പക്ഷേ ഇതിനെ പലപ്പോഴും ഈ വാർത്ത എന്ന് പറയുന്നതിൻ്റെ സാങ്ക്ടിറ്റി ഇല്ലേ, അതിൻ്റെ ഒരു പവിത്രത അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ സങ്കടപ്പെടുന്ന തലമുറയുടെ പ്രതിനിധിയാണ് ഞാനൊക്കെ. എന്താണ് ഈ പെർഫോമൻസ് കൊണ്ടോ എന്താണെങ്കിലും അത് അങ്ങനെ നഷ്ടപ്പെടാൻ പാടുണ്ടോ? ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ജേർണലിസം എന്ന് പറയുന്നത്? അതിനകത്ത് നമ്മൾ ഒരു ഫാക്റ്റുണ്ട്, അതിനകത്തൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് വെരിഫൈ ചെയ്യണം, അതിനൊരു ബാലൻസ് വേണം, അതർ പോയിന്റ് ഓഫ് വ്യൂ വേണം. എങ്ങനെയൊക്കെ പഠിച്ചു വന്നിട്ട് ഇപ്പം എല്ലാം ഇതൊന്നുമില്ലാതെ വളരെ ഏതെങ്കിലും തരത്തിൽ ഔട്ട്റേജ് ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം രാജീവ് സർദേശായി നമ്മുടെ അർണാബ് ഗോസ്വാമി എന്താണ് ഒരു മനുഷ്യനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ പറയും 10 തലകൾ ഒരേ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജേർണലിസം രാവണ സ്കൂൾ ഓഫ് ജേർണലിസം എന്നാണ് പറയുക. അപ്പോൾ ആ തരത്തിലേക്ക് ജേർണലിസം പോയതിൻ്റെ ഒരു വേദനയുണ്ട്. അപ്പോഴും ഞാൻ ശ്രീകണ്ഠനാർ പറഞ്ഞത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആളുകൾ കാണുമ്പോഴും അവർക്കിത് എൻ്റർടൈൻമെൻ്റ് ആണ്, ആസ്വദിക്കുന്നുണ്ട്. അവർ കാണുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെയാണോ വേണ്ടത് എന്നുള്ള ഒരു സംശയം അവർക്കുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ വരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകളാണ് വെടിക്കെട്ട് കാണാൻ വരുന്നത്. പക്ഷെ ആ വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾക്കും അറിയാം ഇത് ഗുണ്ടാണ് എന്ന്. അതാണ് ഞങ്ങളുടെ ആശ്വാസം. So
നമ്മൾ I remember during my time in Times of India, initial stage of social media, എവിടുന്ന where is the from where did you get the news എന്ന് ചോദിക്കുമ്പോൾ we would reply to our editor that social media എന്ന് കിട്ടിയതാന്ന് പറയും. അപ്പോൾ he used to say, no, we won't take it. Social media should follow our stories. It shouldn't be like we following social media. But right now, we are actually in a state where സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് നമ്മൾ ഈവൻ അതിൻ്റെ ന്യൂസിൻ്റെ റെലവൻസ് ചിന്തിക്കാൻ പറ്റാത്ത തന്നെ അത് നമ്മൾ എയർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടോ? അപ്പം അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യണത്? ആൻഡ് ഹൗ ഡു യു ഗെറ്റ് യുവർ അല്ല, ഫാക്ട്സ് റൈറ്റ്? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ചിലപ്പോഴും നടപ്പിലാക്കാൻ പറ്റാതെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വാർത്ത എടുക്കുന്നുണ്ടോ ഒരു അപരാധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമുക്ക്, പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് അത് അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മളൊരാൾ മരിച്ചു എന്ന്, ഇപ്പം ഞാൻ മരിച്ചു എന്നൊരു വാർത്ത കിട്ടിയാൽ ജോണി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും എൻ്റെ ചാക്കാല നടന്നതെന്ന്. കാരണം അത് അല്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ച് ചോദിക്കത്തില്ല എന്താ ജോണി ഞാൻ മരിച്ചെന്ന് വാർത്ത കൊടുത്തെന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഞാനൊരു ദിവസത്തിൽ നമ്മുടെ ഈ രാജു എന്ന് പറയുന്ന ഒരു നടനുണ്ട് സിനിമയിലും ടെലിവിഷനിലും, അങ്ങേര് മരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവം പോയി. ഞാൻ രാജുവിൻ്റെ എൻ്റെ കയ്യിലുള്ള നമ്പറിൽ വിളിച്ചു. അപ്പോൾ പുള്ളി ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോഴും ജീവനോടെ ഉണ്ടോ? ആ, രാജുവാണ് സംസാരിക്കുന്നത്, ഇപ്പോൾ തൽക്കാലം ജീവനോടുണ്ട്. ആ, നിങ്ങൾ മരിച്ചു എന്നും ഒരു വാർത്ത വന്നിരുന്നു, അതെപ്പോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു 18-നും ഒരു 30-നും മധ്യയിലും 35-നും മധ്യയുള്ള യങ്സ്റ്റേഴ്സ് ഒരുവിധമുള്ളവരെല്ലാം ഈ ഓൺലൈൻ മീഡിയങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാം. കാര്യം ഈ ഒരു കമ്മ്യൂണിറ്റി ബീയിങ്ങിൻ്റെ ഒരു സാധ്യത കുറയും. വീടുകളിൽ വൈകുന്നേരം ഈ ടെലിവിഷൻ കൃത്യമായി കാണുക, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കുറവുണ്ട്. അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായിമ്മയുടെ അടുത്തൊരു ജോലിക്കാരി വന്നപ്പം അവർ ആദ്യം പറഞ്ഞത്, അവിടെ ഏഷ്യാനെറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. ഇന്നലെ അവർ വരും, കാരണം ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാർ ഉണ്ട്. പക്ഷേ ജോലിക്കാരൊക്കെ മാറിപ്പോയി. കാര്യം ഞാനൊരു ജോലിക്കാരിയെ വേണു ഈയിടെ അന്വേഷിച്ചപ്പോഴേ എൻ്റെ വീട്ടിൽ ജോലി നിൽക്കുന്നതാണ് കുറേ കാലത്തിന് മുമ്പ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഒരു ജോലിക്കാരി വേണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പം അവർ പറഞ്ഞു, ഞാനും ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കാലം മാറിപ്പോയി, നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ ന്യൂസിനെയാണ്. അപ്പോൾ ഇവർ ഈ ന്യൂസ് ടെലിവിഷനിൽ കാണാതെ, കാര്യം നമ്മുടെയും യൂട്യൂബിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മരമ ന്യൂസ് ആയാലും നമ്മുടെ ആയാലും യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഇത് കാണുന്നില്ലല്ലോ. ഉടനെ അവർ നമ്മളോട്, നിങ്ങൾക്ക് എവിടെ നിന്ന് ന്യൂസ് കിട്ടി? ഒരു ഗുണമേ ഉള്ളൂ. ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് വാർത്താ പ്രക്ഷേപകർ വന്നു കഴിഞ്ഞു യൂട്യൂബിലും അല്ലാതെയൊക്കെ ആയിട്ട്. കാര്യം കേരളത്തിൽ ഒരു 5.25 ലക്ഷം യൂട്യൂബേഴ്സ് ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്ക്. അതിൽ പേരറിയാത്തവരുണ്ട്, പേരറിയുന്നവരുണ്ട്. അപ്പോൾ ഈ 5.25 ലക്ഷം ആൾക്കാർ പ്രക്ഷേപിക്കുന്ന ന്യൂസുകൾ ആളുകൾ കാണുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, വാർത്തകൾ ഇപ്പം മൂടി വെക്കാൻ പറ്റത്തില്ല. ഫാക്ട് ചെക്കിങ്ങിനെ പറ്റിയിട്ട് എന്താ പറയണേ? ഫാക്ട് ചെക്ക് ചെയ്യാതെ ഒരു വാർത്ത കൊടുക്കാൻ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഏറ്റവും നമ്മുടെ ഒരു അവതരണത്തിലെ വാർത്താ പ്രക്ഷേപണത്തിലെ അപകടം എന്താണ്? ഒരു വാർത്ത പിൻവലിക്കേണ്ടി വരുന്നതാണ്. അപ്പം അങ്ങനെ പിൻവലിക്കേണ്ടി വരുന്ന വാർത്തകൾ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണിത്. അതേസമയം നമ്മൾ ഇപ്പോൾ വാർത്തകൾ ചെക്ക് ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ എല്ലാ ആളുകൾക്കും ഇപ്പോൾ പ്രാദേശിക ലേഖകന്മാരുണ്ട്. ഇപ്പോൾ മനോരമയ്ക്കൊക്കെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, പത്രം വഴിയൊക്കെ തന്നെ. അതുകൊണ്ട് ഒരു വാർത്ത ചെക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഏത് ചാനലിലും ഇപ്പം വളരെ ഇല്ല. പക്ഷേ ചിലരെന്താ പറയുക, ഇത് സംഭവിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലായി. ഈ മത്സരത്തിൻ്റെ കൂടുതൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ നിന്നാൽ മറ്റവൻ കയറിപ്പോവും എന്ന് വിചാരിച്ച് ഇതങ്ങ് അടിച്ചേക്കാം, പിന്നെ നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ തിരുത്താം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഒരു പത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ പത്രം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അത് എൻഗേജ്ഡ് ആയിട്ടുള്ള റീഡേഴ്സിനെയാണ് അത് അഭിസംബോധന ചെയ്യുക. ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലാണെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിനെയാണ് അത് അഭിസംബോധന ചെയ്യുക. ഇപ്പോഴങ്ങനെയല്ല, എൻറേജ്ഡ് ആയിട്ടുള്ള റീഡേഴ്സിനെയും എൻറേജ്ഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിനുമാണ് ഇവർ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് ഞങ്ങൾ കൺഫർമേഷൻ വൈസ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് യു ഓൾറെഡി ബിലീവ് ഇൻ, അതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽ മതി അവർക്ക്. എല്ലാവരും ഒരു ഇക്കോ ചേമ്പറിലാണ് ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതായാലും ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഏകദേശം ആ വില്ലനെ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വില്ലനെ എത്രത്തോളം നന്നായി പ്രഹരിക്കുന്നു ഈ ചാനലിൽ നിന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. വില്ലൻ അത് ശരിക്കുള്ള വില്ലനാണോ എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനത്തിനനുസരിച്ച് നീങ്ങുന്ന അവതാരകരെയോ അല്ലെങ്കിൽ ചാനലുകളെയാണ് അവർ പിന്തുണയ്ക്കുക.
അപ്പോൾ അങ്ങനെ അവർ നേരത്തെ തന്നെ ഈ ഇക്കോ ചേംബറിൻ്റെ ആ ഒരു സമ്മർദ്ദമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സമയത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നറേറ്റീവ് അത് സത്യമാണെങ്കിൽ കൂടി പറയാൻ കഴിയാതെ വരുന്നു എന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഏൽപ്പിക്കുന്ന ഒരു സമ്മർദ്ദം. So what will you do? So what would be the right information that we are getting? ഈ എക്കോ ചേംബറിന് പുറത്തും കുറച്ച് പേരുണ്ടാവുമല്ലോ. അതെ, അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുക എന്നതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. ചില സമയത്ത് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ തകരും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പി ജെ ജോസഫ് മന്ത്രി തന്നെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഇത് തകരാൻ പോകുന്നു, നമ്മുടെ ജീവനും സ്വത്തിനും വിലയില്ല, കേരളം മൊത്തം ഒലിച്ചു പോകുമെന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഇത് പറയാനായിട്ട് അവർ ഡാം ബലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് തമിഴ്നാട്, അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇത് പൊട്ടിപ്പോകുമെന്നുള്ള ഇത്ര ഉറപ്പ് എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജോണി മരിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഇവർ പറയുന്ന ഒരു സമയത്ത് ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഒരു വികാരം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരു സത്യം അതിൻ്റെ എന്ത് രേഖകളുടെ പിൻബലത്തോടു കൂടിയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ശത്രുവാകും, ജനത്തിൻ്റെ ശത്രുവാകും. കാരണം കേരളത്തിൻ്റെ ഇപ്പം മനോരമ അത് ചെയ്യുന്നെങ്കിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ ആളുകളോട് അവർക്ക് താല്പര്യമില്ല, അവരുടെ MRF ഫാക്ടറിയൊക്കെ മദ്രാസിലാണ്, അവിടുത്തെ തമിഴ്നാട് സർക്കാരിന് വേണ്ടിയാണ് അവർ വാദിക്കുന്നതെന്ന് പറയുക. ആ സമയത്ത് നമുക്കത് പറയാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ചാരക്കേസിനെ കുറിച്ച് പറയില്ലോ, ആ ചാരക്കേസിൻ്റെ സമയത്ത് ആ കരുണാകരൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു നിലപാടെടുത്തെങ്കിൽ കരുണാകരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അടവായിട്ടാണ് ആളുകൾ അന്നേരം അത് വ്യാഖ്യാനിക്കുക. പിന്നീട് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ അതിന് വലിയ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സത്യം പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ പറയുമ്പോൾ സത്യമേ പറയാൻ കഴിയൂ. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഒരുപക്ഷെ കാണുന്നതിൽ കൂടുതൽ പിന്തുണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇതിൻ്റെ നമ്മുടെ കോവിഡിൻ്റെ കാലം പറഞ്ഞല്ലോ, ആ കോവിഡിൻ്റെ കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ടെലിവിഷനിൽ വന്നിരിക്കുക, ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സത്യം അറിയാനായിട്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന അതിലേക്ക് വരുന്നതായിട്ടാണ് ഞങ്ങളുടെ അനുഭവം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മളിപ്പോൾ ജനങ്ങൾ ജോണി പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ 4-5 ജില്ല ഒലിച്ചു പോകുന്നൊരു പരിപാടിയാണോ ഈ മുല്ലപ്പെരിയാർ? താൻ എന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടത്തില്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ജനാഭിപ്രായം, അതായത് കുറേ അധികം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനെതിരെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര അച്ചാരം വാങ്ങിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് തോന്നുന്നു. നമുക്കറിയാം ഇതങ്ങനല്ല സംഭവം. ഇത് ചെയ്യാൻ കോടതിക്ക് മാത്രമേ പറ്റൂ. കോടതി ഒരു കാര്യം പറഞ്ഞാൽ കോടതിയെയും ഇത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്വാധീനിക്കപ്പെടുന്നാലും ഇല്ലെങ്കിലും ഈ കോടതി ഒരു അഭിപ്രായം പറഞ്ഞാൽ ജനത്തിന് വലിയ പ്രശ്നമുണ്ട്. അല്ല, ഇപ്പൊ കോടതി പറഞ്ഞാലും പ്രശ്നമുണ്ട്. കോടതിയെയും പറയും അവര്, അതാണ് കോടതിയും പറയും. അല്ല, കോടതിയും പറയുന്നതിൽ എനിക്കൊന്ന് ഈ സമീപകാലത്തായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം, പണ്ട് ആൾക്കാർക്ക് കോടതി അലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുട്ടി വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ ആൾക്കാർ അലക്ഷ്യമായ കോടതിയെക്കുറിച്ച് പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. അല്ല, ഒന്നാമത് ഈ മാനനഷ്ട കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടാനൊരു മാനം ഉണ്ടെന്ന് തെളിയിക്കണമല്ലോ. അതത്ര എളുപ്പമല്ലല്ലോ ഈ ലോകത്ത്, വലിയ പാടല്ലേ. എനിക്ക് തോന്നുന്നറിയാമോ, ഞാൻ എപ്പോഴും ഈ സ്ക്രീനിൽ ഇത്തിരി ചാടാനൊക്കെ ശ്രമിക്കുന്ന ഒരു അവതാരം എന്നുള്ളതിനെ ഞാൻ പറയുകയാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വാർത്തകൾ സത്യസന്ധമായിട്ട് ആൾക്കാരുടെ അടുത്ത് എത്തണം എന്നുള്ളത് തന്നെയാണ്. പക്ഷം പിടിക്കാതെ എത്തണം. അതിൻ്റെ ഒരു പ്രഭാതം പൊട്ടി വിടരുമോ എന്ന് അന്വേഷിച്ചടക്കാൻ ഞാൻ. കാരണം ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോണി പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പം ഭയങ്കര കോൺട്രഡിക്ഷൻ വാർത്തയിൽ വരും, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന ഏതെങ്കിലും മെയിൻ സ്ട്രീം ചാനൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി മെയിൻ സ്ട്രീം ചാനൽ നോക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കച്ചവടം നടക്കത്തില്ല. കാരണം ഇതിനകത്ത് വന്നത് വാർത്താ ചാനൽ ഒരു പേ ചാനലല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന പരസ്യം കൊണ്ട് തന്നെയാണ് ഇത് കഴിഞ്ഞു പോകുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ജോണി ഒരു വാർത്ത വായിച്ച് ഞാൻ ആവേശം കൊണ്ടു. അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നാണ് എനിക്ക് 30 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നെന്ന് പരസ്യപ്പെടുത്തി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഫോണിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ലൈവിൽ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് 30 ലക്ഷം രൂപ ശമ്പളം, പുള്ളിക്ക് ഉറക്കം പോയതല്ല ഇത് രാത്രി, ഇത് വായിച്ചിട്ട് പുള്ളി ചവിട്ടി കയറുക, എന്നാലും അവനെങ്ങനെ 30 ലക്ഷം കിട്ടും എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു കമൻറ്റ് ബോക്സിൽ ഒരുത്തൻ ചോദിക്കുന്നു,
ചുമ്മാതല്ല നിന്റെ അഹങ്കാരം, നിനക്ക് 30 ലക്ഷം കിട്ടുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. And your net worth is അപ്പൊ apparently ഞാൻ ഉടനെ ഒരു മറുപടി പറഞ്ഞു, ഒരു ടെലികാസ്റ്റിൽ ചേർന്നല്ലാത്തൊരു മറുപടി പറഞ്ഞു. പിന്നീട് എനിക്ക് എൻ്റെ ഒരു അബദ്ധം മനസ്സിലായി. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടുന്നതിൻ്റെ ബാക്കി ഈ എഴുതിയോ എൻ്റെ അപ്പൻ തരുമോ എന്ന് ചോദിച്ചു. അത് ലൈവിലങ്ങ് പോയി. അപ്പോൾ അത് സത്യത്തിൽ ടെലികാസ്റ്റിലെ ഒരു മൊറാലിറ്റി വെച്ചിട്ട് നമ്മളത് ചോദിക്കാൻ പാടില്ല. ഇപ്പോഴും ആ ചോദ്യം അറിയാതെ ചോദിച്ചു. അപ്പോൾ ഇതെന്താ പറയുമ്പോൾ അതേസമയം മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു നടൻ്റെ വേതനം 25 കോടിയാണെന്നുള്ള യാഥാർത്ഥ്യം ഈ ആൾ അറിയുന്നില്ല. അവരിപ്പോൾ 26 28 ദിവസം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന 28-നെ നമ്മൾ ഒരു 25 കോടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവരുടെ വേതനം എത്ര പറഞ്ഞാൽ അവർ എത്ര ചവിട്ടി കീറും എന്ന് ഞാൻ ആലോചിച്ചു പോയി. അപ്പം അവിടെ ഇത് ഒരു കെണി കൂടിയാണ്, ഒരു ട്രാപ്പ് കൂടിയാണ്. ഇപ്പം ചിലപ്പം നമ്മുടെ അവതാരകരോ അവർ തന്നെ ഈ സോഷ്യൽ മീഡിയ ലൈക്സിൻ്റെ അതിൻ്റെ ട്രാപ്പിൽപ്പെട്ടു. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല കൈയടി കിട്ടാൻ, സോഷ്യൽ മീഡിയ ഒത്തിരി ലൈക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ലൈക്ക് തരുന്ന ആളുകളുടെ അവർ ലൈക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഞാനൊക്കെ ഈ ജേർണലിസത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരു സറൗണ്ടിങ് സൗണ്ടായിട്ട് നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ പ്രധാന നറേറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ സറൗണ്ടിങ് സൗണ്ട് അല്ല. ഓക്കെ, അതിന് ആ സറൗണ്ടിങ് സൗണ്ട് ഉണ്ട്. ആ സറൗണ്ടിങ് സൗണ്ടിനപ്പുറത്ത് ഒരു വാല്യൂ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ നറേറ്റീവ്സിന് കൊടുക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് അതിൻ്റെ ലൈക്സോ എന്തും ആയിക്കോട്ടെ, ലൈക്ക് ആയാലും ഡിസ്ലൈക്ക് ആയാലും, ഞാനൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് അതിൻ്റെ പല പ്രയോജനങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ പണ്ടത്തെ കാലത്ത് ഇങ്ങനൊരു വാർത്തയുണ്ട്, അത് നിങ്ങളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാതിരിക്കാവോ എന്ന് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ അപ്പോഴേ പറയും, അത് കൊടുക്കാതിരുന്നിട്ട് എന്ത് കാര്യം, ഇപ്പം തന്നെ വന്നല്ലോ, അതെല്ലാം പറഞ്ഞ് ഇനി നിങ്ങൾ അത് പിന്നെ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ വെറുതെ ഞങ്ങൾക്ക് പഴി വരും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുള്ളപ്പോഴും അത് കൂടുതലും കറക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മീഡിയയാണ്. അതിനെപ്പോഴും പനിഷ്മെൻറ്റ്, റിവഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നതെല്ലാം. അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ കെണിയിൽ അതിൻ്റെ ഒരു ലൈക്ക് അത് ഒരിക്കലും അത് പ്രചോദിപ്പിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എനിക്കതിൻ്റെ ഒരു സപ്പോർട്ടും വേണ്ട. ആ തരത്തിൽ ആ സോഷ്യൽ മീഡിയയുടെ ലൈക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, അതിൻ്റെ ആളുകളുടെ അഭിപ്രായം, അതൊക്കെ നമ്മൾ സാവധാനം വീക്ഷിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ ടെലിവിഷനിലൊക്കെ നിൽക്കുന്ന ലീഡിങ് ആയിട്ടുള്ള ആൾക്കാർ, ഈ മാർക്കറ്റ് റിക്വയർ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഏർപ്പാടിലേക്ക് മാറി. അതായത് പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ചാനൽ, ഇപ്പോൾ ജോണി ഇരിക്കുന്ന ചാനൽ, എൻ്റെ ചാനലായാലും നമ്മളൊരാളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ നമ്മളൊരു 10%, 20%, 30% അതിന് മാനേജ്മെൻറ്റ് ഒരു കണക്കുണ്ടാവും. അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മാറിയിട്ട് 10 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പർച്ചേസിലേക്ക് മാറി. അപ്പോൾ ഈ സ്ക്രീനിൽ ഇത്രയും കാലം ഈ മൂല്യമൊക്കെ പറഞ്ഞ ഈ അവതാരകനാണല്ലോ ഈ പോകുന്നത്. അപ്പോൾ ഈ അവതാരകൻ പോകുന്ന പോക്കിൽ കാര്യം ചെയ്യും. കാര്യം അയാൾക്ക് 20 ലക്ഷം കിട്ടിയിട്ടാണ് പോകുന്നതെന്ന് വെച്ചു. അയാൾ പോകുമ്പോൾ ഞാൻ ഈ പൈസ കൊടുത്ത് എന്നെ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ഈ ബഹുജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പോൾ അയാൾ പറയുന്നത്, എനിക്ക് ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഈ ശ്രീകണ്ഠൻ നായർ കൂടെ ഒന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ആരോപണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇറങ്ങിപ്പോയ അതായത് അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പല സ്ഥലങ്ങളിലും വിളിച്ച വാർത്ത കവർ ചെയ്യണമെന്ന് പറയുന്നു. അത്ര റിപ്പോർട്ടേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് 5 ലക്ഷം രൂപ കിട്ടി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ വീടിനെ നോക്കാൻ 5 ലക്ഷം രൂപ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഞാൻ അതുകൊണ്ട് അപ്പുറത്തോട്ട് ചാടുന്നു എന്ന് പറഞ്ഞാൽ എന്ത് എളുപ്പമായി. അല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷമാണ്, ഞാൻ മൂല്യവും ധാർമ്മികതയൊന്നും വിട്ടിട്ടില്ല, ശ്വാസം മുട്ടാത്തൊരു അന്തരീക്ഷം അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ചാടുന്നു. ഞാൻ ഈ പുതിയ ആളുടെ കാര്യം പറയാം. അപ്പം ഞാൻ ഇന്ന് ഒരു IT ടേൺഡ് ന്യൂസ് റീഡർ എന്നോട് പറയായിരുന്നു, സാർ ഒരു രീതി ഭാഗ്യവാനാ, 3 മാസം കൊണ്ട് അവർ ചാടുന്നില്ലല്ലോ. കാര്യം IT-ലൊക്കെ 3 മാസമല്ലേ ഉള്ളൂ, ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പോൾ ഈ പർച്ചേസ് ചെയ്ത് പെട്ടുപോകുന്ന ആളുകൾ ഒന്നുമില്ലെങ്കിൽ ഈ വർക്ക് ചെയ്ത സ്ഥാപനത്തെ കുറ്റം പറയാതിരിക്കുക. ആ സ്ഥാപനം ജീവിച്ചു പോട്ടെ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ന്യൂസ് റിപ്പോർട്ടേഴ്സിന് ന്യൂസ് പ്രസൻറ്റേഴ്സിലേക്ക് മാറി ന്യൂസ് പെർഫോമേഴ്സിന് വന്നിട്ട് ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ആകുന്ന സമയത്ത് ദീസ് തിങ്സ് വിൽ ഹാപ്പൻ. സോ വെൻ ആക്ച്വലി ഒരു ചാനലിലേക്കോ ആളുകളെ എടുക്കുമ്പം ആർ യു ആക്ച്വലി ലുക്കിംഗ് അറ്റ്, ഇപ്പോൾ യു സെഡ് അബൌട്ട് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ ഞാൻ ഗൗനിക്കുന്നില്ല എന്ന്, പക്ഷേ ഒരു ഫേസ് ഓഫ് ദ ചാനൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി എ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സെനാരിയോയിൽ തന്നെയല്ലേ നമ്മളുള്ളത്?
നമ്മളെന്താ അറിയുമോ, ഞാൻ ജോണിയിലേക്ക് വരാം. അതായത് ജോണി പറഞ്ഞല്ലോ കുറച്ച് കാലമായിട്ട് ജോണി ഇതിനൊന്നും, ഞാൻ 2.5 വർഷം സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്ത ആളാണ്. ഒന്നും സംഭവിക്കില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ 3.5 കോടി മനുഷ്യരുണ്ട്. അതിൽ മിക്ക ആൾക്കാരും ഇപ്പോൾ സ്ത്രീകളൊക്കെ നന്നായി വാർത്ത കാണുന്നവരാണ്. പണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അമ്മച്ചിമാർ വീട്ടിൽ നിന്നുകൊണ്ട് പറയാൻ പോയി ഇന്ന് പഠിക്കണ പിള്ളേരെ, ന്യൂസ് ആയില്ലയോ എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെ ന്യൂസ് ആയാൽ പിള്ളേരോട് വന്നിരുന്ന് കാണുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ 3.5 കോടി മനുഷ്യരും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും പോയിട്ടുള്ള ഒരു 1.5 കോടി മനുഷ്യന് വരേണ്ട ഒരു 5 കോടി വെച്ചോളൂ മലയാളികൾ. ഈ 5 കോടി മലയാളികൾ വാർത്ത കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 800-900 പേരായിരിക്കും ഈ നമുക്കെതിരായിട്ട് 400K വെച്ചിട്ട് എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ മാനസികമായി തകർക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമായിരിക്കും ചിലർക്കുള്ളത്. ചില ആളുകൾ നമ്മളോട് ചിലപ്പോൾ അനുകൂലിക്കാൻ വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ പരിഗണിച്ചാൽ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 24 ആരംഭിച്ച സമയത്ത് ഈ മറുനാടൻ എന്ന് പറയുന്ന ഒരു തനിനാടൻ മാധ്യമമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇത് 8 നിലയിൽ പൊട്ടാൻ പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു വാർത്താ ചാനലുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരാൾ പറയുകയാണ് ഇത് പൊട്ടാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം പോവും. പക്ഷേ ഞാൻ ഇത്രയും കൊല്ലങ്ങളായി ഞാൻ വളർത്തിയെടുത്തൊരു കാര്യമാണ്. ഇപ്പോൾ ജോണി എൻ്റെ അടുത്ത്, ഞാൻ തിരുവനന്തപുരം ദൂരദർശനിലേക്ക് ഒരു ജസ്റ്റ് മിനിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാൻ പോവുക. ജീവിതത്തിൽ ഏറ്റവും വലിയ മുഹൂർത്തം ഉണ്ടാകാൻ പോവുക. അപ്പം ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് അവിടുത്തെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള മിററിലേക്കൊന്ന് നോക്കി, എനിക്ക് മമ്മൂട്ടിയുടെ ഛായ ഉണ്ടോ, അതോ എൻ്റെ പ്രൊഫൈലിൽ മോഹൻലാലാകുമോ എന്നൊക്കെ നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് ഒരുത്തൻ പറഞ്ഞു, എൻ്റെ കൂടെ തന്നെ ആകാശവാണി ജോലി ചെയ്യുന്ന ഒരുത്തൻ പറഞ്ഞു നീ എങ്ങോട്ട് പോവാ? ഞാൻ പറഞ്ഞു ഞാൻ ദൂരദർശനിൽ റെക്കോർഡിംഗ് ഉണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പറഞ്ഞു, അവൻ കളിയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെ ഈ മോന്ത ടെലിവിഷനിൽ ചേരത്തില്ല, നിന്നോട് പലതും പറഞ്ഞു കാണും, നീ പോകരുത്. ഞാൻ പറഞ്ഞല്ല പോകരുത്, അവനങ്ങ് ഇറങ്ങിപ്പോയിരുന്നു പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഈ കണ്ണാടി കിടന്ന് നോക്കുക എവിടെയാണ് എനിക്ക് മമ്മൂട്ടിയുടെ ഛായ ഉള്ളതെന്ന്. ഭയങ്കര പാടുവിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കടപ്പനക്കുന്നിലേക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇവൻ പറയുന്ന ഈ കാര്യം ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്നിട്ട് റെക്കോർഡിങ്ങിൽ കയറി ഇരുന്നപ്പോഴും ഈ മോന്ത കൊള്ളാതെ, അപ്പോൾ ക്യാമറമാന് കട്ടിറ്റ് എന്നൊക്കെ പറയുമ്പോൾ മോന്ത കൊള്ളാത്തതുകൊണ്ടായിരിക്കും, എത്ര അപകടം. പക്ഷേ ഞാൻ അവിടെ നിന്ന് ആ റെക്കോർഡിങ് ഒരുപാട് നീണ്ടുപോയി, ഒത്തിരി ലേറ്റായപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചെന്നറിയോ, നിൻ്റെ ശത്രുവാവൻ, നിന്നെ തകർക്കാൻ ചെയ്തതാണ്, ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ ആൾക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2 സ്റ്റെപ്പ് നമ്മൾ വീഴുന്നു എന്ന് മനസ്സിലായ 3 സ്റ്റെപ്പ് ഓടിക്കയറാനുള്ള കരുത്ത് കൃത്രിമമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കും. അല്ലെങ്കിലുള്ളൊരു കുഴപ്പം അറിയുമോ, ഇവരെല്ലാം ഇത് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ നശിച്ചു കാണാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ജോണി ഒരു സ്ഥാപനം തുടങ്ങിയാലേ അത് പച്ച പിടിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് സുഖമായിട്ട് തുടങ്ങിക്കൂടെ. ഞാനതിലും ചെറുപ്പക്കാരെ കുറ്റം പറയാനൊന്നും ഇല്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇപ്പം എൻ്റെ മകനും എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ ഒരു തലമുറയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞാനും എൻ്റെ മകനും തമ്മിൽ ഒരു മിനിമം 2 തലമുറയുടെ വ്യത്യാസമുണ്ട്. അത്രയും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവസരങ്ങളെ ഒക്കെ കാണുന്നത് നമ്മൾ കാണുന്ന ലോയൽറ്റിയുടെ ഒരു ആംഗിളിലൊന്നും ആയിരിക്കില്ല. അവർക്ക് അവസരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ ലോങ് ടൈം ആയിട്ടൊരു കരിയർ ഒരു സ്ഥാപനത്തിൽ പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയൊന്നും അവർക്ക് അതില്ല. അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് മകനെയും കൊണ്ട് സുഹൃത്തായ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആ ഡോക്ടർ മകന് മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു. മകന് പനിയായിരുന്നു. അതിനൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം അവസാനം പറയുന്നുണ്ട്, മോനോട് പറഞ്ഞ് ഡോക്ടറെങ്കിലിന് നന്ദി പറയാനായിട്ട് പറഞ്ഞു, താങ്ക്സ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ മോൻ വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുക, അല്ലാതെ പനി പോകുമെന്ന് അറിഞ്ഞിട്ട് പോരാ അച്ഛാ എന്നാണ്. അത് വളരെ, ഞാൻ പറയുന്നത് നിഷ്കളങ്കമായ ഒരു പ്രതികരണമാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഞങ്ങളൊക്കെ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക്കാണ്. എന്ത് തരത്തിലായിരിക്കും ഇത് വ്യാഖ്യാനിക്കപ്പെടുക, മറ്റേ ആൾക്ക് എന്തായിരിക്കും തോന്നുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണെന്നൊക്കെ ഒരു തരത്തിൽ പറയാം. പക്ഷേ അത് നമ്മളെ ഒരുപാട് പരിമിതപ്പെടുത്തുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പറയുമ്പം പേടിയുണ്ട്. ഇവിടെ ചില ആളുകളൊക്കെ ഇപ്പം വീഡിയോയിലൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കഷണം എടുത്തിട്ട് നമ്മൾ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ പോലും ആയിരിക്കില്ല അത് പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഞാൻ വിമർശനം നേരിടേണ്ട ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളൊരു വിഷമം തോന്നുന്നത്, ഈ ജേർണലിസം എന്ന് പറയുന്ന ആ വളരെ മഹനീയമായ ആ ഒരു തൊഴിലിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആളുകളെ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ആളുകൾ പുറത്ത് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആളുകൾ കേരളത്തിന് പുറത്ത് പോകുന്നു. അത് കഴിഞ്ഞ് പണ്ടത്തേതുപോലെ തന്നെ ഈ പറഞ്ഞ ഡോക്ടറും എൻജിനീയറും എല്ലാം കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ, അവർക്ക് പോലും വളരെ നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാവുകയും ഇതിലേക്ക് വരുന്നത് ഒരു തൊഴിൽ, ഇപ്പോൾ ഒരു തൽക്കാലത്തേക്കൊന്ന് പാർക്ക് ചെയ്യുന്ന ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ മാത്രം വരുന്ന ആളുകളും ഒരുപാടുണ്ട്. പക്ഷേ ജേർണലിസം എന്ന് പറയുന്നത്
അത് ആ പഴയ കാര്യങ്ങൾ പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പഠിക്കണം. അത് വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയുന്നു. കൂടുതൽ ചാനലുകൾ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ആളുകൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രയാസം, അതാണ് ഈ ഇതിനകത്ത് ഈ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം. Concluding question. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ജോണി പറഞ്ഞത് തുടർച്ചയായിട്ട്. അതായത് ഒരു ആൾക്കാർ ഇപ്പം സ്ഥാപനത്തെ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുറേ ചാനലിൻ്റെ വടക്കപ്പുറത്ത് കയറി നിന്നിട്ടുള്ള ആളാണ്. അപ്പം നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങി ഏഷ്യാനെറ്റിനെ ഒരുത്തം കുറ്റം പറഞ്ഞാൽ നമ്മളവരോട് മറുപടി പറഞ്ഞിട്ടേ പോകും. കാരണം ഏഷ്യാനെറ്റ് പറയാൻ നമ്മുടെ വീട്ടിലാരോട് പറഞ്ഞ പോലെ ഒരു ഫീലാണ് നമുക്ക്. നമ്മൾ മനസ്സിൽ നിന്നാലും നമുക്കത് ആ ഫീൽ. പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പാഷനേറ്റ് അല്ല. ഞാൻ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ 20 പേരോട് കേരളത്തിലെ 5 മന്ത്രിമാരുടെ പേര് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. കാര്യം വാർത്ത എഴുതേണ്ടവരാണല്ലോ. 3 മന്ത്രിമാരുടെ പേര് പറഞ്ഞത് 2 പേരാണ്. നമ്മുടെ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം പിള്ളേർ, ഒരു പയ്യൻ എന്നോട് പറഞ്ഞത്, ഞങ്ങളൊക്കെ ജെൻസിയാണ്, ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു കുത്തി ഇതൊക്കെ വരും. പക്ഷേ കുഴപ്പം എവിടെ വരുന്നറിയാമോ? ഇപ്പോൾ സുബി സുരേഷ് എന്ന് പറയുന്ന കുട്ടി മരിക്കുമ്പോൾ ഞാൻ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മളൊരു 3 ഇത്രയും മണിക്കൂർ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് ഊരിയിട്ട് നമ്മളൊന്ന് റിലാക്സ് ആവുക എന്നുള്ളത് ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ പെട്ടെന്ന് ഓടിക്കൊണ്ട് വന്ന് പറഞ്ഞു, ഇപ്പം ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സുബി സുബി മരിച്ചു എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഞെട്ടല. ഇത്ര കാലമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പം ഈ പ്രോംപ്റ്ററിലേക്ക് ഈ വിശദാംശങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇതിഹാസമായിരുന്നു സുബി സുരേഷ്, മലയാള സിനിമ കണ്ട ഇതാണ്, അങ്ങനെ 10 വാചകമേ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് കാര്യം കൂടെ പറയണമെങ്കിൽ നമ്മളിത് ആരാണ് ഈ സുബി സുരേഷ് എന്ന് അത്യാവശ്യം അറിഞ്ഞില്ല. ഇപ്പോൾ ഡോക്ടർ വേണു എന്തെങ്കിലും സംഭവിച്ചു പോയി, ഞാൻ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ട ഇതിഹാസ നയതന്ത്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞ 2 വാചകമേ പറയൂ, ബാക്കി പറയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞാൽ ഇങ്ങനെ നയതന്ത്രത്തിൻ്റെ അമരത്ത് നിന്ന ആളാണ് അദ്ദേഹം ഗുസ്തി പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റൂ. അപ്പോൾ ഇത് ഏകദേശം ധാരണയില്ല. ഇതെല്ലാം ഗൂഗിൾ കമ്പനി നമുക്കായിട്ട് തന്നു കളയും. ഇതെല്ലാം സർവറിൽ കിടപ്പുണ്ട്, ഒരു കുത്തിയാ വരും എന്നങ്ങോട്ട് അവരുടെ അവതാരക ജീവിതത്തിൻ്റെ അടിയിലായിരിക്കും കുത്തു വീഴുന്നത് എന്നുള്ള സത്യം അവർ പഠിച്ചിരിക്കണം. Standing on the side of Gen Z and Gen Alpha as a millennial, I would like to ask you one question. ഒട്ടും ഹോപ്പ്ഫുൾ അല്ലാത്ത രീതിയിലാണല്ലോ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് ജേർണലിസം സ്റ്റുഡൻസ് ഹിയർ, വി ഹാവ് people who are actually trusting media. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ അപ്പുറത്തെ വശം എന്താണ്? അല്ലല്ല, ഇത് നമ്മളിതിനെ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി. ഈ കാലവും കടന്നു പോകും, നമ്മളങ്ങനെ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഒരുപക്ഷെ ഇത് എങ്ങനെ ഇവോൾവ് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അതേസമയം ഇതിനൊരു അവസാനം ഇതെവിടെയും പോയി ഇടിച്ച് നിൽക്കും. ഇത് കാരണം നമ്മൾ ഈ ചില കാര്യങ്ങളിൽ നമ്മൾ പഴയ കാലത്തിലേക്ക് പലതിലും മടങ്ങി പോകുന്നില്ലേ. ഇപ്പം നല്ല 5 സ്റ്റാർ ഹോട്ടൽ നല്ല പഴങ്കഞ്ഞി കിട്ടത്തില്ലേ. ഇപ്പം മാത്രമല്ല റൈസ് സൂപ്പ് എന്ന് പറയുന്ന സാധനത്തിന് ഇംഗ്ലീഷ് പേരിട്ട് വിളിക്കുന്നത് പഴങ്കഞ്ഞിയാണല്ലോ. അത് ഈ പഴങ്കഞ്ഞിക്ക് ഒരുപാട് സംഭവമാണ്. ഇപ്പം ചക്ക 360 എന്നൊരു സൈറ്റില്ലേ, idali.com ഇല്ലേ. അപ്പോൾ നമ്മൾ പഴയതിലേക്ക് മടങ്ങിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജോണി പറയുന്നത് പോലെ വാർത്തകൾ അതിൻ്റെ സുതാര്യതയോടെ അതിൻ്റെ പ്രാധാന്യത്തോടെ ആളുകൾ വിലയിരുത്തുന്ന ഒരു കാലം വരും. യങ്സ്റ്റേഴ്സിലുമൊക്കെ തന്നെ ആ ഒരു മാറ്റം വരും. കാര്യം ഇതൊരു മലിനപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ട്, സത്യമാണ്. ഈ സമകാലിക ചുറ്റുപാട് ആലോചിക്കുമ്പോൾ ഒരു പൊല്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആ വാർത്താ മാലിന്യം ഇന്നല്ലെങ്കിൽ നാളെ പോകും. കാരണം ഈ യങ്സ്റ്റേഴ്സ് കുറേ കാര്യങ്ങൾ അറിയുകയാണല്ലോ. അപ്പം ഇതിനകത്തൊരു എനിക്ക് തോന്നുന്ന IT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമുള്ള സർവീസ് പോലെ നമ്മൾ ഒരിക്കലും വാർത്താ പ്രക്ഷേപകരെ കാണുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതേസമയം ഇത് ഞാൻ വളരെ പോസിറ്റീവാട്ടോ. ഞാനിത് നാളെ ഇതെല്ലാം കൂടെ നമ്മൾ ആകാശത്തിരിക്കുന്ന കുടയെല്ലാം കൂടെ താഴോട്ട് വീണ് ടെലിവിഷൻ മൊത്തം നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. ഇത് ഇവോൾവ് ചെയ്യും ചിലപ്പോൾ, ആ ഒരു സംഭവമാണ്. അപ്പം ഇതൊരു വലിയൊരു അവസരമാണ്, നല്ലൊരു ആശയമാണ്, അതുപോലെ വലിയൊരു ക്യാൻവാസാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ അതിനുള്ള അവസരം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് ഈ ടെലിവിഷനൊക്കെ വന്നതിന് ശേഷമാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള സ്റ്റോറീസൊക്കെ പത്രങ്ങളെക്കാൾ കൂടുതൽ ടെലിവിഷനിൽ കൊടുക്കുകയും, അപ്പോൾ ഒരു റിയൽ ലൈഫ് മിറാക്കിൾ എന്ന് പറയുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് തന്നെ സഹായം കിട്ടുകയും നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗശാന്തി അത്ഭുതശാന്തിയൊന്നുമല്ല, ശരിക്കുള്ള അത്ഭുതങ്ങൾ ഇങ്ങനെയാണ്. അതിനൊക്കെ ഈ മീഡിയ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇക്കോളജി, പരിസ്ഥിതി, അതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ, ജെൻഡർ ഡിവൈഡ്, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അതിലൊക്കെ ഒരു മാർക്കുണ്ടാക്കുകയും ചെയ്യുന്ന നല്ല ജേർണലിസ്റ്റുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ഭാവി ഈ തൊഴിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ AI വരുന്നു. വരുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ PCR ഇരുന്നിട്ട് ചെയ്യുന്ന കുറേ
ജോലികളുണ്ട്. അതായത് നമുക്ക് വിരസം എന്നൊക്കെ നമുക്ക് പറയാവുന്നത്, അതിൻ്റെ ഒരു സ്ലഗ് ഫയർ ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ അത് ഈ റോബോട്ടിക് ആയിട്ടുള്ള, ഇപ്പോൾ റോബോട്ടിക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അവിടെ തന്നെ ഇരുന്നോളും, അത് ഫോളോ ചെയ്തോളും. ക്യാമറയ്ക്ക് അത് അതേസമയം ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുക ചെയ്യുക. ഇത്തരം ജോലികളൊക്കെ നമുക്ക് ഈ റോബോട്ടിനെയും എഐയും ഒക്കെ ഏൽപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ജേർണലിസത്തിന് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിനൊരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോൾ ഒരു പോപ്പുലിസം സ്പേസിലാണ് നിൽക്കുന്നത്. യു ഹാവ് എവറിത്തിങ് ഹാസ് ലൈക്ക് യു നോ ഒരു ഐ ആൻഡ് ദ അതർ സൈഡ് വന്നിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഹൈപ്പർ നാഷണലിസം, നമ്മൾ നാഷണൽ ന്യൂസ് മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വി കുഡ് സി ഹൈപ്പർ നാഷണലിസം. സോ കേരളത്തിലേക്ക് ഹൈപ്പർ നാഷണലിസം എത്രമാത്രം വന്നു, അതിൻ്റെ ഭാവി എന്താണ്? ആർ യു ഗൈസ് ഫോഴ്സ്ഡ് ടു? നാഷണലിസം മാത്രമാണോ, കമ്മ്യൂണലിസം ഒന്നില്ലേ? എല്ലാം ഉണ്ടല്ലോ. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ചില ആൾക്കാരൊക്കെ പറയും നിങ്ങൾ വിശദമായിട്ട് ഇപ്പം HIV പോസിറ്റീവ് ആകുന്നതിൻ്റെ ഒരു വിവരണം നൽകൂ, ഒരു 10 മിനിറ്റ് എടുത്ത് എന്ന് പറയും. അപ്പോൾ ഇത് എത്ര പേര് കാണാനിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ടൈംസ് നൗവിൻ്റെ ഒരാളെ ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് തുറന്നു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ചോദ്യം മനസ്സിലായില്ല, പുള്ളിയുടെ ഇംഗ്ലീഷ് ചോദ്യത്തിൽ. അപ്പോൾ അയാൾ പറയുന്നത് ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു അയാൾ ഉദ്ദേശിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പേ ചാനലാണ്, ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ അയക്കുന്ന ഓരോ വാർത്തയ്ക്കും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വാർത്ത പൈസ കൊടുത്ത് കാണാൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആളെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ ഓടിച്ചിട്ടടിക്കും. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈപ്പർ നാഷണലിസം, ഹൈപ്പർ റീജിയണലിസം, ഹൈപ്പർ കമ്മ്യൂണലിസം ഇതെല്ലാം ചാനലിലുണ്ട്. മാത്രമല്ല പിന്നെ ഇതിനകത്ത് ഒരു വലിയൊരു ഓട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആര് മുന്നിൽ കയറും എന്നുള്ള ഒരു ഓട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓട്ടത്തിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അറിയുമ്പോൾ നമ്മളിപ്പം പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിംസിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ കാര്യം അങ്ങനെ പോലെ പൊതുപ്രവർത്തകൻ പറയേണ്ടതല്ല. പക്ഷേ നമ്മൾ ഇറങ്ങി നിന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ നമ്മളെ തല ചവിട്ടി പറിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ പറയും. രാഷ്ട്രീയത്തിൽ തന്നെ നേതൃത്വത്തിന് വഴിതെറ്റുമ്പോൾ അണികളെ പിടിച്ചു നിർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അണികൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അത് വന്ന ഒരു മാറ്റം നേരത്തെ ഈ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉയർന്നു വന്നത്. അവർക്ക് മാധ്യമങ്ങളുടെ പിന്തുണ അത്യാവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വളരെ ശക്തരായ നേതാക്കൾ, ശക്തരായ രാജ്യം, അതിൻ്റെ ഒരു കാലമാണ്. ഇപ്പോൾ ട്രംപ് ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ എല്ലാം ശക്തരായ ആളുകളുടെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശക്തരായ ഭരണാധികാരികളായാലും ശക്തമായ രാഷ്ട്രമായാലും ശക്തമായ പ്രസ്ഥാനമായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും അവരെ ആംപ്ലിഫൈ ചെയ്യുന്ന ആളുകളെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള മാധ്യമങ്ങൾ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. കരുണാകരൻ, മാതൃഭൂമിയിലെ ഗോപികൃഷ്ണൻ ഇങ്ങനെ ദിവസവും കരുണാകരനെതിരെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാർട്ടൂൺ വരയ്ക്കും. അപ്പോൾ ഒരു ദിവസം ഗോപികൃഷ്ണൻ കരുണാകരനോട് ചോദിച്ചു, ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ലീഡറെ വരയ്ക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം തിരിഞ്ഞു നിന്ന്, നീ വരയ്ക്കുന്നതല്ലേ ഉള്ളൂ, വലയ്ക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ എടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോഴില്ല. നീ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ നോക്കി വെച്ചിരിക്കുന്നു എന്ന് ആണ് ഇപ്പോഴത്തെ. നിങ്ങൾ എന്നെ ആംപ്ലിഫൈ. ജോണി, ഇപ്പോൾ ഒരു ഗുണമുണ്ട് ജോണി, ഈ ചാനലുകളുടെ എല്ലാം ലുക്ക് ആൻഡ് ഫീൽ ഒന്നായതുകൊണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു നേതാവ്, സംസ്ഥാനത്ത് ഏറ്റവും അധികായനായ ഒരു നേതാവാണ്, പുള്ളി എന്നോട് വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ചാനൽ എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു വാർത്ത കൊടുത്തോന്ന് ചോദിച്ചു. വേറെ ചാനലല്ല. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ചാനലാണ്. വേറെ ഏത് ചാനലാണ്? ഞാൻ എല്ലാ ചാനലും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ചാനൽ എന്തായാലും പോയിട്ടില്ല, ഒന്ന് ഉറപ്പ് വരുത്തിക്കൂ. എൻ്റെ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ചാനലാണെന്ന്. അപ്പോൾ ഈ കളറെല്ലാം ഒന്നാണല്ലോ, കളറും ചേലയെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ആംപ്ലിഫയർ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. അതില്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്തസംഘമുണ്ട്. അതാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ. അത് ആദ്യമേ ഇപ്പം മുല്ലപ്പൂ വിപ്ലവമൊക്കെ വന്നിട്ട് വലിയ ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞ് അതിനുശേഷം അവരെക്കാൾ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ഭരണാധികാരികൾ, അവരുടെ ഫോളോയിങ് ഉണ്ടല്ലോ, അവർ അതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ഈ നമ്മൾക്ക് എന്താണ് പൂർണ്ണ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നതില്ല. വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും കുറയുന്നു. ഇപ്പോൾ രാജ്യസ്നേഹം, എനിക്ക് രാജ്യസ്നേഹം ഉള്ളതുപോലെ തന്നെ എനിക്ക് എൻ്റെ രാജ്യത്തെ വിമർശിക്കാനുള്ള അവകാശം കൂടെ വേണം. എന്നാലേ എനിക്ക് ഇവിടുത്തെ ഒരു പൗരൻ ആണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ കഴിയുള്ളൂ. അതില്ലാതെ ഒരു ഭക്തസംഘത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറുന്നുണ്ട്. കൺക്ലൂഡിങ് ക്വസ്റ്റ്യൻ, then we will open for audience. മക്ലുഹാനെ കോട്ട് ചെയ്തിട്ട് തന്നെ പറയാം, കോൾഡ് മീഡിയ ആൻഡ് ഹോട്ട് മീഡിയ പറയുമായിരുന്നു നമ്മൾ.
you, in your speech, you said like one of the prominent channel would be shut down very soon. So, what is the future of TV news when we have shifted from newspaper to small screen to smaller ഞാൻ screen? ശരിക്കും അതൊരു വാർത്താ ചാനലിനെ കുറിച്ചായിരുന്നില്ല പറഞ്ഞത്. ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിനെ കുറിച്ചാണ് പറഞ്ഞത്, മെൻ ചെയ്ത്. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ, കേരളത്തിലൊരു ചെറിയ മാർക്കറ്റ്, ഒരു 800-900 കോടിയേ ഉള്ളൂ റേഡിയോയും ടെലിവിഷനിലും ചേർന്ന് ഈ മാർക്കറ്റ്. അപ്പോൾ അവിടെയാണ് ഈ ഇത്രയും ടെലിവിഷൻ ചാനലുകളും ഇത്ര റേഡിയോയും ഏറ്റവും കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ബാർക്ക് റേറ്റിംഗ് വിപ്ലവം നടന്ന ഒരു കാലമാണെങ്കിലും ആളുകൾ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു വ്യവസായി എടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ റേറ്റിങ്ങിനേക്കാളും നമ്മളെ ഒന്ന് ഗുഡ് ഹ്യൂമർ നിർത്താൻ വേണ്ടി ഒരു 10 ലക്ഷം നിനക്കിരിക്കട്ടെ എന്ന്, ആ നിനക്കിരിക്കട്ടെ. മാത്രമല്ല, കല്യാൺ സ്വാമി തൃശ്ശൂർ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ടി വി ഇപ്പോൾ ആരാ കാണുന്നത്? അത് സ്വാമി ചോദിച്ചു. 125 കെ ഉള്ളൊരു പെണ്ണ് ഇന്നലെ എന്നെ വന്ന് കണ്ടായിരുന്നു പറഞ്ഞു. ആ 125 കെയും കൊണ്ട് അവിടെ ചെന്നിരിക്കുന്നു. അപ്പം ഈ വ്യവസായികൾ പോലും സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ദിശാവ്യതിയാനം നടത്തിയത് കൊണ്ട് പരസ്യ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ചാനലുകൾ പൂട്ടിപ്പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു ചാനൽ പൂട്ടാൻ തയ്യാറെടുക്കുന്നു സൂചിപ്പിച്ചിരുന്നു. ടെലിവിഷന് ഇപ്പോഴത്തെ അവസ്ഥയിലും ടെലിവിഷന് അങ്ങനത്തെ വലിയ ഒരു ഭീഷണി എന്ന് പറയാനില്ല. കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് പൈ നമ്മൾ വിഭജിക്കപ്പെടുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. ചെറിയ സോണി കമ്പനി ഇന്നലെ ഇന്ത്യയിലെ ടെലിവിഷൻ മാനുഫാക്ചറിങ് നിർത്തി. സോണി കമ്പനി. കമ്പനി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേരളത്തിലൊക്കെ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിജിറ്റലിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് എപ്പം വേണമെങ്കിലും അവർക്ക് കൺസ്യൂം ചെയ്യാൻ കിട്ടുന്നതുകൊണ്ട്. പക്ഷേ വാർത്ത എന്ന് പറയുന്നത് പ്രവചനാതീതമായ സ്വഭാവം ഉള്ളതുകൊണ്ട് അവർക്ക് ഈ വലിയ വാർത്തകൾ ഇടയ്ക്കും ഉണ്ടാവുന്നത് കൊണ്ടും വാർത്താ ചാനലുകളിൽ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ജോണർ, വാർത്താ ചാനലിൻ്റെ ജോണർ വലുതായതേ ഉള്ളൂ, ഇപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ആർ മൂവിങ് സമയത്ത് ഈ ടെലിവിഷനിൽ നമ്മൾ കാണുന്നില്ലല്ലോ. വി ആർ ആക്ച്വലി വാച്ചിങ് ഇറ്റ് ഇൻ യൂട്യൂബ്. അതെ, യൂട്യൂബിൽ കാണുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്ലാറ്റ്ഫോം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടന്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് ടെലിവിഷനിൽ തന്നെയാണ്. അത് ഒരുപക്ഷെ കാണുന്ന പ്ലാറ്റ്ഫോമുകളിലെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അല്ലാതെ ലീനിയർ ടെലിവിഷനിൽ തന്നെ ഇത് കാണുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്, പ്രത്യേകിച്ചും വലിയ വലിയ ബ്രേക്കിംഗ് ന്യൂസ്. അതുകൊണ്ടാണ് ദിവസവും മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഇത്രയും ചാനലുകളൊക്കെ വന്നിട്ടും ആ ന്യൂസ് ജോണർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശരിയൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിൻ്റെ 10-1 ന്യൂസ് ചാനൽ വ്യൂവർഷിപ്പ് എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പം കുറച്ചുകൂടെ ന്യൂസ് ചാനലിലേക്ക് മാറുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് അങ്ങോട്ട് മാറി. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ വീട്ടിൽ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ആൾ ടെലിവിഷൻ കാണുന്നില്ല എന്നതാണ് വ്യവസായികൾ പറയുന്ന പരാതി. അതായത് വീട്ടിലെ ജോലിക്കാരും പ്രായം ചെന്ന മുത്തശ്ശിമാരും ഒക്കെ ഈ ടെലിവിഷൻ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സാധനം വിറ്റ് പോകത്തില്ല. അതുകൊണ്ടാണ് അവർ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കുമൊക്കെ അവർ മാറുന്നത്. കാര്യം ഡയറക്റ്റ് ആക്ഷനാണ്. എത്ര ആൾക്കാർ കണ്ടു എന്നുള്ളത് കണക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. നമുക്കങ്ങനെ കണക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് ഈ മാർക്ക് റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതേസമയം കേരളത്തിൽ ഇനി അണിയറയിൽ 5 വാർത്താ ചാനലുകൂടെ റെഡിയായിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്ത ആളാണ് ഇത്രയും സംസാരിച്ചത്. അപ്പോൾ കഴിക്കാൻ കൂടെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഏത് കഴിക്കുന്ന കാര്യമാണ് ജോഡി ചോദിച്ചത്? So let's open for discussion. Anybody from the audience side? Hi, I have a question here. So as youngsters, namku kore opportunities undu to put out our opinions on social media. So as news outlets or media, how do you feel we should exercise our right of freedom and where to draw the line? Like freedom of speech is our right. So how should we draw the line between being respectful and exercising our right to freedom as well? സോഷ്യൽ മീഡിയയിൽ എന്താണ്, നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു വ്യൂ ഉണ്ടാവാം, ഒരു അജണ്ട ഉണ്ടാവാം, എന്താണെന്ന് വെച്ചാൽ ആശയങ്ങളുണ്ടാവാം. അതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ സോഷ്യൽ മീഡിയ തരുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും ഒരുപാട് അനോണിമസ് ജേർണലിസം വരാറുണ്ട്. കാരണം വെച്ചാൽ ആരാണെന്ന് അറിയാത്ത അതിൻ്റെ മറവിൽ വളരെ മോശമായിട്ടുള്ള, അല്ലാതെ വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നല്ല ആശയമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അങ്ങനെ അതൊരു മൂവ്മെൻ്റായിട്ട് വളരുകയോ അല്ലെങ്കിൽ ആ ആശയം കൂടുതൽ പേര് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലുകളും ഡിജിറ്റലും ഒക്കെ അത് ഏറ്റെടുക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ളൊരു വേദി സോഷ്യൽ മീഡിയ എന്നതുപോലെ തന്നെ
ഈ മീഡിയയും നിങ്ങൾക്ക് തുറന്നു തന്നെ കിടപ്പുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയെ അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ചോദ്യത്തിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഫ്രീഡം ഓഫ് പിന്നെ സ്പീച്ച്. അതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈസൻസിങ് സംവിധാനമൊന്നും ഇന്ത്യയിലില്ല. അതേസമയം ടെലിവിഷൻ ചാനലുകളെല്ലാം നിങ്ങൾക്ക് അറിയുന്നില്ല, വാർത്താവിതരണ വകുപ്പിൻ്റെ ലൈസൻസോടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാർത്താവിതരണ വകുപ്പിനോടും കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനങ്ങളോടും ഒക്കെ ഈ ചാനലുകൾക്കെല്ലാം മറുപടി പറയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വക്കീലിനോട് ഒരാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എന്തിനാ മെനക്കെടുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കുറേ കാലം നടക്കും, നിങ്ങളുടെ കാശ് പോവും, ഞാനൊരു 50,000 1 ലക്ഷം രൂപ വാങ്ങിക്കും, അതേ ഉള്ളൂ പ്രയോജനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇത് റെഗുലേറ്റ് ചെയ്യാൻ നമ്മളൊരു സംഭവം എഴുതി കഴിഞ്ഞാൽ നമ്മളെ നിയമങ്ങൾ പിടികൂടും എന്നുള്ളത്. നമ്മളിപ്പം നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇംപ്രിസൺമെൻറ്റും ഒക്കെ ഇഷ്ടംപോലെ കിടക്കുക. പക്ഷേ ഇതേ സമയം നമ്മളിതൊന്നും ആലോചിക്കാതെ നമ്മൾ എഴുതും. നമ്മളൊന്നും LLB എടുത്തവരൊന്നുമല്ല, നമ്മൾ എഴുതുന്നു. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്ഥാപനം ഇല്ല, നമുക്കൊരു സെൽഫ് കൺട്രോളും ഇല്ല. അങ്ങനെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ വാർത്തകൾ തന്നെ സത്യസന്ധമാണോ എന്നറിയാൻ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള മീഡിയത്തിലേക്ക് ആൾക്കാർ പോകാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെ. പിന്നെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ തലമുറയിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പലപ്പോഴും ഒരു ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ, അമേരിക്കയിലൊക്കെ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കിയിട്ടാണ്, അതിലൊരു രഹസ്യവുമില്ല, അതുകൂടെ നോക്കിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ആശയങ്ങൾ, അതെല്ലാം നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി സോഷ്യൽ മീഡിയ അടയാളപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറയുന്നതിൽ ആരും അറിയുന്നില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മരിയ റസ എന്ന് പറഞ്ഞ് നോബൽ സമ്മാനം കിട്ടിയ ജേർണലിസ്റ്റ് അവർ പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് വേഴ്സസ് ഫ്രീഡം ഓഫ് റീച്ച് എന്ന് പറയും. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളത് ഇപ്പോൾ നമുക്കൊരു മാധ്യമത്തിനുണ്ടെങ്കിൽ ആ മാധ്യമം ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ട് പറയുന്ന കാര്യങ്ങളെക്കാൾ വലിയ റീച്ചാണ് ഈ സോഷ്യൽ മീഡിയ ബിഗ് ജയൻസ് കമ്പനി, അതായത് ഈ ഗൂഗിളും മെറ്റയും ഒക്കെ അവരുടെ വഴി അപ്പോൾ ഒരു നുണയ്ക്ക് കിട്ടുന്ന ഒരു റീച്ച്. അപ്പോൾ ആ റീച്ചിനെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് കൊണ്ട് പലപ്പോഴും നേരിടാൻ കഴിയില്ല. അത്ര വലിയൊരു റീച്ചാണ്. അപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച് വേഴ്സസ് ഫ്രീഡം ഓഫ് റീച്ച് എന്ന് പറയും. സ്പീച്ച് വേഴ്സസ് റീച്ചാണ്. പക്ഷെ ആ റീച്ച് ഉള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഇറസ്പോൺസിബിൾ ആയിട്ട് മാത്രം പോയി കഴിഞ്ഞാൽ അത് എന്താണ് കോൺസിക്വൻഷ്യൽ ആകുന്ന ഒരു കാലം കൂടിയാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ശരിക്കും അത് ഉപയോഗിക്കുക തന്നെ വേണം. കാരണം ഈ 50 പേരെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് സ്പീച്ചും ഭരണഘടന നൽകുന്ന മറ്റു അവകാശങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങളുടെ സാധനം കുറിച്ചാൽ ഈ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് പലപ്പോഴും സമൂഹത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നിങ്ങൾ വളരെ നിശ്ചിതമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരൊന്ന് ഒലയുമ്പോൾ അവരിത് കുറേ ആൾക്കാരോട് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ കരുത്ത്, അതിൻ്റെ റീച്ച് വെച്ചായാലും അതിനകത്തുള്ള നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചാലും നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ള അതിൻ്റെ ഒരു സ്വതന്ത്ര സ്വഭാവം വെച്ചായാലും നിങ്ങളതിനകത്ത് പ്രതികരിക്കണം. നിങ്ങൾക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണം എന്താ, ഇപ്പം എല്ലാ ആളിനും പ്രക്ഷേപകനാവാം, ഒരു ചെറിയ മൊബൈൽ ഫോൺ മതി. അപ്പോൾ ആ ഫോൺ വെച്ച് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഇത് ആരിലാണ് ഇത് എത്തേണ്ടത്, ഈ ടാർഗറ്റഡ് ഗൈ ആരാണെന്ന് വെച്ചാൽ അയാളിൽ തന്നെ ഇത് എത്തും. ചിലപ്പോൾ ടെലിവിഷൻ അയാൾ ഓൺ ചെയ്ത് കണ്ടില്ലെന്ന് വരും. അതേസമയം സോഷ്യൽ മീഡിയയിൽ വന്നാൽ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് തരും നമുക്ക്. സാറിനൊക്കെ എത്രയോ വാർത്തകൾ കിട്ടുന്നുണ്ടാവും ഓരോ ദിവസവും. നിങ്ങൾ ചെയ്യണം. മെയിൻ സ്ട്രീം ചാനലുകൾ എയറിൽ കൊടുക്കാത്ത പല വാർത്തകൾ നിങ്ങൾക്ക് പരസ്യം തരുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് പലരുടെയും വാർത്തകൾ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ മറുപടി. ഞാൻ എൻ്റെ ചോദ്യം കൂടെ ചോദിച്ചേക്കാം. ഈ വാർത്താ ചർച്ചയിൽ അവതാരകൻ പറയുന്നത് ശരിക്കും ചാനലിൻ്റെ പോളിസി അനുസരിച്ചാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഇതാണ്? പലതും കാണുമ്പോൾ സംശയം തോന്നാറുണ്ട്, അതുകൊണ്ടാണ്. എനിക്കത് ഭട്ടതിരി അങ്ങനെ ചോദ്യം ചോദിച്ചത് നന്നായി. ഞാൻ ഈ ചാനലിൽ പോകുന്ന കാര്യം പറയും, ആ ചാനലിൻ്റെ കാര്യം ഈ മനുഷ്യൻ പറയും. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം നമ്മുടെ ഒരു പ്രശസ്തനായ അവതാരകനാണ്. അദ്ദേഹം ഇൻട്രോ പറയുന്നതിലൂടെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാളാണ് താനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രോയും അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം വെച്ചും സാമൂഹിക ചിന്ത വെച്ചും പറയുന്നതാണ്. ഒരു മാനേജ്മെൻറ്റ് പോളിസി അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിൽ ഇടപെടാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതത്ര ഒരു ലൈവായിട്ട് ചെയ്യുന്ന ഒരു ചർച്ചയിലേക്കുണ്ടല്ലോ, അതിൽ ആങ്കറിൻ്റെ വീക്ഷണത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിനോ അതിനൊന്നും വേറെ ആർക്കും അതിൽ ഇടപെടാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിന് ആകെക്കൂടി ഒരു നയമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ളിലൊക്കെ നിൽക്കുന്നൊരു ബോധം ചിലപ്പം ആ ആങ്കറിനുണ്ടായിരിക്കാം. അതിനപ്പുറത്ത് നമ്മൾ ഒരു ചർച്ചയിലും ഇങ്ങനെ വേണമെന്നോ ഇന്ന ചോദ്യം ചോദിക്കണമെന്നോ ഏത് ഡയറക്ഷനിൽ പോകണമെന്നോ ആ ആങ്കറോട് പറയാറില്ല. ഒന്നാമത്തെ കാര്യം, അത് നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മളിങ്ങനെ പല പല ഈ ബ്രീഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലിമിറ്റ് ചെയ്യും അവരുടെ പെർഫോമൻസിനെ തന്നെ. നമ്മളത് ചെയ്യാറേയില്ല. കാരണം അവരൊക്കെ നമ്മളെപ്പോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ്. അവരത് അങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മൾ ഒരിക്കലും അത് അവരോട് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കാനായിട്ട് പോകാറില്ല. പിന്നെ സോഷ്യൽ മീഡിയയെ ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പേടിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നമ്മൾ അനുകരിക്കാനായിട്ട് കഴിയുന്ന ഒന്നല്ല. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പല പല ഗുണങ്ങളും അതിൻ്റെ ഉണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഏറ്റവും വൈറലാകുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു കൊടുക്കാനൊക്കെ ഞങ്ങൾ ഡിജിറ്റലൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, അതുകൊണ്ടുണ്ടാക്കുന്ന നിങ്ങളുടെ തന്നെ മുമ്പിൽ ഇപ്പോഴുണ്ട്, ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാകുന്ന കേസുകളും കാര്യങ്ങളും ഒക്കെ എത്രയോ സോഷ്യൽ മീഡിയ വളരെ മനഃപൂർവ്വമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വഴി ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പോസിറ്റിവിറ്റി എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഞങ്ങൾക്കല്ല, മീഡിയയ്ക്കല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ചില ഉദാഹരണങ്ങളും ഉണ്ട് എന്നത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഈ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തേക്കാം. അത് എൻ്റെ അഭിപ്രായം ഇവിടെ പറയണമല്ലോ. ഒന്ന്, സോഷ്യൽ മീഡിയയെ നമ്മൾ പേടിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വലിയ വലിയ ആളുകളുടെ വാർത്തകൾ വരുന്ന സമയത്ത് അത് തമസ്കരിക്കുന്നു എന്ന്, അത് അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ആകപ്പാടെ കുറച്ച് പരസ്യക്കാരെ ഇപ്പോൾ കേരളത്തിലുള്ളൂ. അവരെയും കൂടെ സ്ഥലം വിടാനുള്ള സംഭവത്തിൻ്റെ പ്രേരണയാണോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ മാത്രം മതി ഈ പ്രക്ഷേപണത്തിന്. അത് നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ട് കുത്തിയിട്ട് അത് എപ്പോൾ എടുക്കുന്നു അപ്പോൾ പ്രക്ഷേപണം തുടങ്ങുക. പക്ഷേ ഇത് ഈ ഒരു ചിത്രം എഴുതാനുള്ള ചുമരുണ്ടാക്കാൻ കോടികൾ ആവശ്യമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ആരെങ്കിലും അങ്ങനെ അല്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഇത്രയും കോടികൾ ചിലവഴിക്കുന്ന സംപ്രേഷണം നടന്നുകൊണ്ട് പോകണം. ഇതൊരു ഒരേ സമയം ഇത് വാർത്താവതരണവും അതേസമയം ഇതിനകത്തൊരു ഒരു നിലനിൽപ്പിൻ്റെ ഒരു രീതിശാസ്ത്രം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ വ്യവസായിയുടെ ഒരു ആരോപണം വന്നു, അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ച ആളിന് തന്നെ അറിയാം എൻ്റെ ഉത്തരം. അതേസമയം വീട്ടിലിരിക്കുന്ന ഒരാളിന്, അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ 450K എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആളുകളും ഇപ്പോൾ ഇതേ ജോലി തന്നെ ചെയ്യുന്നത്. അവരും ഈ പരസ്യദാതാവിനെ പോയി കാണുന്നുണ്ട്. അത് ഗൂഗിളിൽ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 10 ലക്ഷം 1 മില്യനൊക്കെ ഉള്ള ഒരാളിന് ഒരു 30 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒപ്പിച്ചെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സർവതന്ത്ര സ്വതന്ത്ര പ്രക്ഷേപകനായിട്ട് അവിടെ ഇരിക്കാം. കാര്യം അദ്ദേഹത്തിന് ഈ മൊബൈൽ ഫോണും അതിൻ്റെ ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചിലവ് കുറവാണ്. പിന്നെ സ്ട്രൈക്കൊന്നും വരാൻ നോക്കണം. അതെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വോയിസ് എന്ന് പറയുന്നത് ഈസ് ഓക്കെ. സോഷ്യൽ മീഡിയ നോയിസ് ആണെങ്കിൽ നമ്മൾ അത്ര പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. Thank you. Thank you so much. And thank you. Thank you.